പീറ്റർ ഹാത്വേ കാപ്സ്റ്റിക്. ഇദ്ദേഹം ജിം കോർബറ്റിനെ പോലെയും മാൻഡേഴ്സിനെ പോലെയും ലോകപ്രശസ്തനായിട്ടുള്ള ഒരു വേട്ടക്കാരനാണ്. ആധുനിക കാല ആഫ്രിക്കൻ ഹണ്ടേഴ്സിൽ ഒരാളാണ് കാപ്സ്റ്റിക്. പ്രധാനമായിട്ടും ആഫ്രിക്കയിലാണ് അദ്ദേഹത്തിന്റെ വേട്ടകൾ കൂടുതൽ നടന്നിട്ടുള്ളത്. പീറ്റർ ഹാത്വേ കാപ്സ്റ്റിക്കിന്റെ ജീവിതത്തിൽ ഉണ്ടായതും അദ്ദേഹം തന്റെ വനയാത്രകളിൽ കേട്ടതുമായ ഞെട്ടിക്കുന്ന ഏതാനും സംഭവങ്ങളാണ് ഈ വീഡിയോ. ഇദ്ദേഹം ഒരു സിംഹവേട്ടക്കാരനാണ്. നരഭോജി സിംഹങ്ങളെക്കുറിച്ചും അവയുടെ വ്യത്യസ്തമായ പ്രവർത്തന രീതികളെക്കുറിച്ചും ധാരാളം അറിവുകൾ ഈ വീഡിയോയിലുണ്ട്. ചെറുതും വലുതുമായ ത്രില്ലിംഗ് ആയ കഥകളുടെ ഒരു കൂട്ടമാണ് ഈ വീഡിയോ. കാപ്സ്റ്റിക്കിന്റെ കൂടെ ആഫ്രിക്കയിൽ നമുക്കൊന്ന് കറങ്ങിയിട്ട് വരാം. അദ്ദേഹത്തിന് എന്താണ് നമ്മോട് പറയുവാനായിട്ടുള്ളതെന്ന് കേൾക്കണ്ടേ? വെൽക്കം ബാക്ക്. സെപ്റ്റംബർ 2. ഈ മാസങ്ങൾ സാംബിയയിൽ ചൂട് കാലാവസ്ഥയാണ്. സമയം ഏകദേശം അർദ്ധരാത്രി കഴിഞ്ഞ് 3 മണിയോട് അടുത്തിരിക്കുന്നു. ഇനി വെറും 4 മണിക്കൂറുകൾക്കുള്ളിൽ സാംബിയയുടെ കിഴക്കൻ പ്രദേശത്തു കൂടി ഒഴുകുന്ന ലുവാങ്വ നദിയുടെ മുകൾ ഭാഗത്തുള്ള മുച്ചിങ്കാസിലെ മലനിരകൾക്ക് മുകളിലായിട്ട് പ്രഭാതത്തിന്റെ ആദ്യ കിരണങ്ങൾ പ്രത്യക്ഷമാവും. നദിയുടെ അരികിൽ അങ്ങിങ്ങായിട്ട് നിൽക്കുന്ന സോസേജ് മരങ്ങളുടെ ഇടയിൽ 3 നീല ക്യാൻവാസ് ടെന്റുകൾ ചന്ദ്രവെളിച്ചത്തിൽ തിളങ്ങി നിൽക്കുന്നത് കാണാം. എന്നാൽ ഒരു ടെന്റ് മാത്രം കൂട്ടത്തിൽ നിന്നും വേറിട്ടാണ് നിൽക്കുന്നത്. ആ ടെന്റിന്റെ കാൻവാസിന് അല്പം പഴക്കമുണ്ട്. മറ്റ് 2 ടെന്റുകളിൽ നിന്നും 50 വാര അകലെയാണ് ഇത് നിൽക്കുന്നത്. അതിനുള്ളിൽ വെളുത്തു മെലിഞ്ഞ ഒരു മനുഷ്യൻ ക്യാമ്പ് ബെഡിൽ സുഖമായിട്ട് കിടന്നുറങ്ങുന്നു. ടെന്റിന്റെ അഴുക്ക് പിടിച്ച തറയിലുള്ള ഒരു ഫുഡ് ലോക്കറിൽ മിസ്റ്റർ പീറ്റർ ഹാൻകിൻ ബോക്സ് 72 ചിബാറ്റ എന്ന് എഴുതിയിട്ടുണ്ട്. ടെന്റിന്റെ ഉള്ളിൽ യാത്രക്കാർ ഉപയോഗിക്കുന്ന വലിയൊരു ബോക്സ് ഉണ്ട്. അതിന്റെ ഉള്ളിൽ കേടുവന്ന വെള്ളി കെട്ടിയ ഒരു പഴയ കോക്സൽ ആൻഡ് ഹാരിസൺ റൈഫിളും ഏതാനും .375 ഹോളണ്ട് വെടിയുണ്ടകളും ഹോളണ്ട് മാഗ്നം റൈഫിളിൽ ഉപയോഗിക്കുന്ന വെടിയുണ്ടകളും 3 പരന്ന പാക്കറ്റുകളും കിടപ്പുണ്ട്. റൈഫിൾ ആകട്ടെ കിടക്കയുടെ അടുത്ത് സാധാരണ കാണപ്പെടുന്ന സ്ഥലത്ത് ചാരി വെച്ചിരുന്നില്ല. അദ്ദേഹം ഒരു യാത്രയ്ക്കുള്ള ഒരുക്കത്തിലായിരുന്നു. ഒരു ഫോട്ടോഗ്രാഫിക് സഫാരി പ്രദേശത്ത് ജോലി ചെയ്യുന്ന പ്രൊഫഷണൽ വേട്ടക്കാരനാണ് പീറ്റർ ഹാൻകിൻ. അന്ന് അദ്ദേഹത്തിന്റെ തോക്ക് 40 മൈൽ അകലെയുള്ള ചിറ്റാങ്കുലുവിലെ ഹണ്ടിംഗ് ക്യാമ്പിലായിരുന്നു. ഹാങ്കിന്റെ കൂടാരത്തിൽ നിന്നും 50 വാര അകലെയായിട്ട് ഒരു കൂട്ടം മുസ നിൽപ്പുണ്ട്. മുസ എന്നാൽ വാഴ എന്നർത്ഥം. പൊടുന്നനെ മുസായുടെ മറവിൽ ഒരു ചെറിയ ചലനമുണ്ടായി. വളരെ നിശബ്ദമായിട്ടുള്ളൊരു ചലനം. അതേ തുടർന്ന് ഇരുട്ടിൽ ഒരു പെൺസിംഹത്തിന്റെ മഞ്ഞ നിറമുള്ള 2 കണ്ണുകൾ ക്രൂരമായിട്ട് മിന്നിത്തിളങ്ങി. അവളുടെ ശ്രദ്ധ ഇപ്പോൾ പൂർണ്ണമായിട്ടും കൊതുകു വലയ്ക്ക് പിന്നിൽ ഉറങ്ങുന്ന ആ മനുഷ്യന്റെ അവ്യക്തമായിട്ടുള്ള രൂപത്തിലാണ്. സെക്കൻഡുകൾ കടന്നു പോയപ്പോൾ പെൺസിംഹം മരങ്ങളുടെ നിഴലിൽ നിന്നും മുൻപോട്ട് നീങ്ങി. അവളുടെ പാദപതനം ഒരു ശബ്ദവും ഉണ്ടാക്കിയില്ല. വിശപ്പിന്റെ കാഠിന്യം കൊണ്ടാവണം അവളുടെ നെഞ്ചിലും മരക്കെട്ടിലും വായു പ്രകമ്പനം കൊണ്ടു. ടെന്റിൽ നിന്നും 20 വാര അകലെയായിട്ട് അവൾ നിന്നു. രൂക്ഷമായിട്ടുള്ള മനുഷ്യഗന്ധം അവളുടെ മൂക്കിൽ നിറഞ്ഞു. സിംഹി പോലും അറിയാതെ ഉള്ളിൽ നിന്നും പ്രകോപനപരമായിട്ടുള്ള ഒരു അലർച്ച ഉയർന്നു വന്നു. അതവൾ പാടുപെട്ടാണ് ഞെരുക്കി ഒതുക്കിയത്. അവളുടെ കറുത്ത മേൽചുണ്ട് പിന്നിലേക്ക് വിലക്ഷണമായിട്ട് വലിഞ്ഞു. നീളമുള്ള ഉളിപ്പല്ലുകൾ ദൃശ്യമായി. ഒരു നിമിഷം അവൾ മടിച്ചു നിന്നു. മനുഷ്യന്റെ മണം അവളുടെ ഉള്ളിൽ അന്തർലീനമായിട്ട് അടിഞ്ഞുകൂടിയ ഭയത്തെ ഉണർത്തി. പക്ഷേ വിശപ്പിന്റെ അടങ്ങാത്ത വിളി ഭയത്തെ അകറ്റി. അവളുടെ ഒതുങ്ങി മെലിഞ്ഞ ശരീരം മുൻപോട്ട് നീങ്ങി. ടെന്റിനോട് 5 വാര അടുത്തെത്തി. പിന്നെ സിംഹി പിൻകാലുകൾ ആക്രമണത്തിന് വേണ്ടി കുതിക്കുവാനായിട്ട് നിലത്തുറപ്പിച്ചു. അവളുടെ പിന്നഖങ്ങൾ മണ്ണിൽ അമർന്നു. ആ സമയത്തും ക്രൂരമായ മരണം തന്റെ തൊട്ടടുത്ത് എഴഞ്ഞെത്തിയതറിയാതെ അയാൾ സുഖമായിട്ട് ഉറങ്ങുകയായിരുന്നു. പീറ്ററിന്റെ ആഴത്തിലുള്ള ശ്വാസോച്ഛ്വാസം അവളുടെ ചെവിയിൽ മുഴങ്ങി. അടുത്ത നിമിഷം ലിനോലിയം കത്തികൾ പോലെയുള്ള നഖങ്ങൾ നീട്ടിക്കൊണ്ട് ഇരുട്ടിലൂടെ മിന്നൽ വേഗതയിൽ അവൾ വായുവിൽ ഉയർന്നു. സിംഹയുടെ മുൻപോട്ടുള്ള കുതിപ്പിൽ ക്യാൻവാസ് പാളിയും കൊതുകുവലയും കീറി പറഞ്ഞുപോയി. അവളുടെ ശരീരത്തിന്റെ ആഘാതം കിടക്കയിൽ നിന്നും അയാളെ നിലത്തേക്ക് തെറിപ്പിച്ചു. ഹാങ്കിൻ ഉറക്കം ഉണരും മുൻപേ കഴുത്തിലെ കശേരികൾ തകരുന്ന ശബ്ദം കേട്ടു. തുടർന്ന് അവിടമാകെ ഭയാനകമായൊരു നിശബ്ദത വ്യാപിച്ചു. മധ്യ ആഫ്രിക്കയിലെ ഏറ്റവും പരിചയസമ്പന്നനായ പ്രൊഫഷണൽ വേട്ടക്കാരി ഒരാളായ പീറ്റർ ഹാങ്കിൻ എന്ന വെള്ളക്കാരന്റെ ഒടുവിലത്തെ സഫാരിയായിരുന്നു അത്. അയാളുടെ ജീവിതം അന്ന് അവിടെ അവസാനിച്ചു. നേരം വെളുത്തു വരുന്നു. ഹാങ്കിന്റെ കൂടെ വന്ന നിരായുധരായിട്ടുള്ള ടൂറിസ്റ്റുകളും അടുത്ത ടെന്റിൽ സംഭവിച്ച ദുരന്തം അറിഞ്ഞിരുന്നു. അവർക്കിനി രക്ഷപ്പെടണമെങ്കിൽ ആരുടെയെങ്കിലും സഹായം കിട്ടിയേ തീരൂ. അവർ തങ്ങളുടെ കൂടാരങ്ങളിൽ പേടിച്ച് വിറച്ച് നിശബ്ദരായിരുന്നു. വിശന്നു വലഞ്ഞ പെൺസിംഹം നരഭോജനം നടത്തുന്ന ശബ്ദങ്ങൾ അവർക്ക് കേൾക്കാമായിരുന്നു. ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ഹാങ്കിന്റെ സഫാരി സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന മറ്റൊരു പ്രൊഫഷണൽ വേട്ടക്കാരനായ ജോ ജോബർട്ടും അയാളുടെ സഹായിയും അതുവഴിക്ക് വന്നു. സോക്വേ എന്ന സ്ഥലത്തുള്ള ഒരു ക്യാമ്പിൽ നിന്നുമാണ് ജോബർട്ടും ഒരു സാംബിയൻ ഗെയിം ഗാർഡും ജോബർട്ടിന്റെ സഫാരി ക്ലയന്റായ സാമുവൽ ലെൻഹറും കൂടി കുറ്റിക്കാട് നിറഞ്ഞ റോഡിലൂടെ ദുരന്ത സ്ഥലത്തേക്ക് ഡ്രൈവ് ചെയ്തെത്തിയത്. അവർ വരുമ്പോഴും സിംഹം ഹാങ്കിനെ ഭക്ഷിക്കുന്നുണ്ടായിരുന്നു. ഇതിനോടകം ഹാങ്കിനെ കൂടാരത്തിൽ നിന്നും കുറച്ച് വാര അകലേക്ക് അത് വലിച്ചഴിച്ചിരുന്നു. ജോബർട്ട് വളരെ കരുതലോടെ തന്റെ എക്സ്പ്രസ് റൈഫിളും എടുത്തുകൊണ്ട് സിംഹത്തിന് നേരെ നീങ്ങി. പക്ഷേ കൂടെ ഉണ്ടായിരുന്ന സാംബിയൻ ഗാർഡ്
കൈവശമുള്ള സിംഗിൾ ബാരൽ ഗ്രീനർ ഷോട്ട് ഗണ്ണ് കൊണ്ട് ഒരു SG വെടിയുണ്ട അതിനു നേരെ പായിച്ചു. അതൊരു മണ്ടത്തരമായിരുന്നു. ആ വെടിയുണ്ട നരഭോജിയെ മുറിവേൽപ്പിക്കുക മാത്രമാണ് ചെയ്തത്. അതോടെ പെൺസിംഹം അലറിക്കൊണ്ട് തൊട്ടടുത്ത് കണ്ട മുൾപടർപ്പിലേക്ക് കുതിച്ചുചാടി അപ്രത്യക്ഷമായി. ഓടിയെത്തിയ ജോബർട്ട് മുറിവേറ്റ സിംഹത്തിൽ നിന്നും പുറത്തേക്ക് ചാടിയ രക്തം കണ്ടു. അതൊരു ചാല് പോലെ ദൂരേക്ക് ഒഴുകി പോകുന്നു. അവർ വളരെ കരുതലോടെ ആ രക്തപാതയെ പിന്തുടർന്നു. 1 മണിക്കൂറോളം അങ്ങനെ സഞ്ചരിച്ചു. സിംഹം നദീതീരത്തിലൂടെ ഒരു വലിയ വൃത്തത്തിൽ വലം വെച്ച് നീങ്ങിയതായിട്ട് അവർ മനസ്സിലാക്കി. അവിശ്വസനീയമായിട്ടുള്ളൊരു കാര്യമാണ് അന്നവിടെ സംഭവിച്ചത്. ആഴത്തിൽ മുറിവേറ്റെങ്കിലും തന്നെ വേട്ടക്കാർ പിന്തുടരുന്നുണ്ട് എന്ന് തിരിച്ചറിഞ്ഞെങ്കിലും അവൾ തന്റെ ഇരയിലേക്ക് മടങ്ങിയെത്തി. എന്നിട്ട് വീണ്ടും നരഭോജനം പുനരാരംഭിച്ചു. ആ രക്തപാതയെ പിന്തുടർന്ന് പിന്നാലെ എത്തിയ ജോബർട്ട് ദൂരെ നിന്നും ഹാങ്കിനെ ഭക്ഷിക്കുന്ന പെൺസിംഹത്തെ കണ്ടു. മനം പുരട്ടലോടെ ഒരു നിമിഷം അയാൾ മരവിച്ചു നിന്നു. പിന്നെ ഭയവും വെറുപ്പും അയാളിൽ നിറഞ്ഞു. ജോബർട്ട് കൈവശമുള്ള .458 ബ്രനോ റൈഫിൾ ഉയർത്തി. അടുത്ത നിമിഷം 510 ഗ്രെയിൻ വിഞ്ചസ്റ്റർ സോഫ്റ്റ് പോയിന്റ് വെടിയുണ്ട് അവളെ തുളച്ചു കടന്നു. സിംഹിയുടെ ഉടൽ അതിന്റെ അവസാന ഇരയുടെ സമീപം നിർജീവമായിട്ട് വീണു. പിന്നീട് നടത്തിയ പരിശോധനയിൽ നല്ല ആരോഗ്യമുള്ളതും പരിക്ക് മൂലം അംഗവൈകല്യം സംഭവിക്കാത്തൊരു സാധാരണ സിംഹമാണതെന്ന് മനസ്സിലായി. പീറ്റർ ഹാങ്കിന്റെ പോസ്റ്റ്മോർട്ടത്തിൽ സിംഹത്തിന്റെ ആദ്യ കടിയിൽ തന്നെ കഴുത്ത് ഒടിഞ്ഞാണ് അദ്ദേഹം തൽക്ഷണം മരിച്ചത് എന്ന് നിർണയിച്ചു. ആഫ്രിക്കയിലെ വിശാലമായിട്ടുള്ള വനപ്രദേശങ്ങളിൽ നരഭോജി സിംഹങ്ങൾ ഇപ്പോഴും ധാരാളം വിഹരിക്കുന്നുണ്ട്. മിസ്റ്റർ ആദംസൺ നരഭോജി സിംഹങ്ങളെക്കുറിച്ച് ചില കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം കെനിയയിലെ ഏറ്റവും മികച്ച വേട്ടക്കാരിൽ ഒരാളാണ്. ഒരിക്കലൊരു സഞ്ചാരി ഓടിച്ചിരുന്ന തുറന്ന കാറിലേക്ക് ഒരു നരഭോജി സിംഹം കുതിച്ചിറങ്ങി ഞെട്ടിക്കുന്ന അനുഭവം അദ്ദേഹം എഴുതിയിരുന്നു. അത് ഇങ്ങനെയാണ്: 1 വർഷമോ അതിലേറെയോ ആയിട്ടുണ്ട്. ഒരു ഗെയിം റിസർവ് ഏരിയയിലൂടെ തൻ്റെ ഭാര്യയും ഇളയ മകനുമൊപ്പം ഒരു ഓപ്പൺ ലാൻഡ് റോവറിൽ ഒരാൾ സവാരി ചെയ്തു വരികയായിരുന്നു. അപ്പോഴാണ് ഒരു സിംഹം അവരുടെ നേരെ കുതിച്ചു ചാടിയത്. നിസ്സഹായരായ അമ്മയ്ക്കും പിതാവിനും ഇടയിൽ നിന്നിരുന്ന കുട്ടിയുടെ തലയിലാണ് അതിൻ്റെ കടി വീണത്. പിന്നെ അത് കുട്ടിയെ കടിച്ചു വലിച്ച് ലാൻഡ് റോവറിൽ നിന്നും വലിച്ച് താഴേക്കിറക്കുവാനായിട്ട് ശ്രമിച്ചു. കുട്ടിക്ക് മാരകമായിട്ടുള്ള മുറിവേറ്റു. പക്ഷേ എങ്ങനെയോ മകനെ രക്ഷിച്ച് കാർ മുൻപോട്ട് പായിക്കുവാനായിട്ട് അയാൾക്ക് സാധിച്ചു. കഴിഞ്ഞ സീസണിൽ റഡോഷിയിൽ വെച്ച് ഈ പിതാവ് ഞങ്ങളോടൊപ്പം നിരവധി ദിവസം താമസിച്ചിരുന്നു. അദ്ദേഹത്തിൽ നിന്ന് നേരിട്ടാണ് എനിക്ക് റിപ്പോർട്ട് കിട്ടിയത്. സിംഹത്തിന്റെ കടിയേറ്റ ആ കുട്ടിക്ക് മസ്തിഷ്ക ക്ഷതം സംഭവിച്ചിരുന്നു. അവനേറ്റ പരിക്ക് എത്രമാത്രം ഗുരുതരമാണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഒന്നറിയാം, ആ നരഭോജി ഇപ്പോഴും ആ പ്രദേശത്ത് സ്വതന്ത്രമായിട്ട് നടപ്പുണ്ട്. ഒരു പരിധിവരെ നരഭോജികളായ മൃഗങ്ങളുടെ ആക്രമണം റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത ഒരു പ്രദേശവും ആഫ്രിക്കയില്ല എന്നറിയുക. അതിൽ തന്നെ ചില പ്രദേശങ്ങൾ വളരെയേറെ അപകടകരമാണ്. നരഭോജികളുടെ ശല്യം ഇവിടങ്ങളിൽ വളരെ രൂക്ഷമായിരിക്കും. അതിൽ തന്നെ എടുത്തു പറയേണ്ട ഒരു സ്ഥലം മധ്യ ആഫ്രിക്കയാണ്. പ്രത്യേകിച്ചും ആഫ്രിക്കൻ ഭൂഖണ്ഡത്തെ ലംബമായിട്ട് മുറിച്ചു പോകുന്ന ഗ്രേറ്റ് റിഫ്റ്റ് ഫാൾട്ടിന്റെ സമീപത്തുള്ള പ്രദേശങ്ങൾ. 1900 മുതൽ 100 കണക്കിന് നരഭോജികൾ ഈ പ്രദേശത്ത് കാണപ്പെട്ടിട്ടുണ്ട് എന്ന് റിപ്പോർട്ടുണ്ട്. സാംബിയയിലെ ലുവാംഗ്വ വാലിയിലും മുൻപ് ഈ സ്ഥലം നോർത്തേൺ റോഡേഷ്യ ആയിരുന്നു. സാംബസി നദിയുടെ വടക്കൻ കൈവഴികളിൽ നിന്നുമാണ് ഏറ്റവും കൂടുതൽ നരഭോജി ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ആഫ്രിക്കയിൽ വെച്ച് നോക്കിയാൽ ഏറ്റവും നല്ല വേട്ടയാടൽ പ്രദേശങ്ങളിൽ ഒന്നായിരുന്നു ലുവാംഗ്വ താഴ്വര. അവിടെ വെച്ചാണ് പീറ്റർ ഹാങ്കിന്റെ ഒരു സിംഹത്തിന്റെ ഇരയായത്. അദ്ദേഹത്തിന്റെ മരണത്തിന് ഒരു വാർത്തയെക്കാളും കൂടുതലായിട്ട് എനിക്ക് പ്രാധാന്യമുണ്ട്. കാരണം പീറ്റർ കൊല്ലപ്പെട്ട സ്ഥലത്തിന്റെ സമീപ പ്രദേശങ്ങളിൽ ഒരു പ്രൊഫഷണൽ വേട്ടക്കാരനായിട്ട് ഞാൻ അദ്ദേഹത്തിന്റെ കീഴിൽ ഒരു കാലത്ത് ജോലി എടുത്തിരുന്നു. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ ഏറ്റവും പരിചയസമ്പന്നനും കഴിവുള്ളവനുമായ പ്രൊഫഷണൽ വേട്ടക്കാരി ഒരാളായിരുന്നു അദ്ദേഹം. പീറ്റർ വളരെയധികം മാന്യനും അതോടൊപ്പം എൻ്റെ ഏറ്റവും നല്ല സുഹൃത്തുമായിരുന്നു. ഒരിക്കൽ ഞാൻ 2 ഇറ്റാലിയൻ വിനോദസഞ്ചാരികളുമൊത്ത് 21 ദിവസത്തെ സഫാരിയിലായിരുന്നു. മുനിയമാറ്റ്സി, ലുവാംഗ്വ എന്നു പേരുള്ള 2 നദികൾ ഒന്നുചേരുന്ന നദീമുഖത്താണ് നിംബാല എന്ന ഗ്രാമം. അവിടെ ഞങ്ങൾക്കൊരു ബേസ് ക്യാമ്പ് ഉണ്ട്. അടുത്ത ദിവസം ഇവിടെ നിന്നുമാണ് ഞങ്ങൾക്ക് യാത്ര ആരംഭിക്കേണ്ടത്. ഈ പ്രദേശങ്ങൾ അവീസ ഗോത്രവർഗ്ഗക്കാരുടെ കീഴിലാണ്. ജൂലൈ മാസത്തിലെ ഒരു ശൈത്യകാല അർദ്ധരാത്രിയായിരുന്നു അന്ന്. അതുകൊണ്ട് ചൂട് കിട്ടുവാനായിട്ട് പതിവുള്ള ക്യാൻവാസ് കൂടാരങ്ങളെ ഉപേക്ഷിച്ച് പുല്ലിലും കഴയിലും നിർമ്മിച്ച താൽക്കാലിക കുടിലുകളിലാണ് ഞങ്ങൾ ഉറങ്ങിയത്. നല്ല ഉറക്കത്തിലായിരുന്നു ഞാൻ. അപ്പോഴാണ് സർവ്വം നരകവും ആർത്തലച്ച് വരും പോലെയുള്ളൊരു കോലാഹലം കേട്ടത്. ഞെട്ടി എഴുന്നേറ്റ ഞാൻ കേട്ടത് 100 വാര അകലെയായിട്ട് സ്റ്റാഫുകൾ കിടക്കുന്ന കുടിലുകളുടെ ഭാഗത്തു നിന്നും വന്യജീവികൾ അലറുന്നതും മുരളുന്നതുമായിട്ടുള്ള ശബ്ദമായിരുന്നു. വേഗം എൻ്റെ സമീപത്തുണ്ടായിരുന്ന 5 സെല്ലിന്റെ വലിയ ടോർച്ച് വലിച്ചെടുത്തു. ഒരു ജോഡി സോഫ്റ്റ് പോയിന്റ് വെടിയുണ്ടകൾ .47 നമ്പർ 2 ജെഫ്രി എക്സ്പ്രസ് ഡബിൾ ബാരൽ റൈഫിളിൽ ലോഡ് ചെയ്തു. രാത്രി വേട്ടയ്ക്ക് ഉപയോഗിക്കുന്ന ഐവറി നൈറ്റ് ബീഡ് സൈറ്റും ബാരലിൽ ഉറപ്പിച്ചു. പിന്നെ ചെരുപ്പും കിക്കോയും വലിച്ചു വാരി ഉടുത്തുകൊണ്ട് വാതിൽ തുറന്നു പുറത്തേക്ക് ചാടി. ഈ കിക്കോയി എന്ന് പറയുന്നത് നമ്മൾ ധരിക്കുന്ന ലുങ്കിക്ക് സമാനമായിട്ടുള്ള ഒരുതരം ആഫ്രിക്കൻ മുണ്ടാണ്. ശബ്ദം കേട്ട കുടിലുകളോട് സമീപിക്കുമ്പോൾ ഒരു മിന്നായം പോലെ വലിയൊരു ആൺസിംഹം ടോർച്ചിന്റെ വെളിച്ചത്തിൽ സമീപത്തുള്ള മുൾപടർപ്പിലേക്കും പിന്നെ അവിടെ നിന്നും ഉയർന്ന പുല്ലും കൂട്ടത്തിലേക്കും നീങ്ങുന്നത് ഞാൻ കണ്ടു. അതേ സമയത്ത് എൻ്റെ സഹായിയും തോക്ക് ചുമക്കുന്നവനുമായ സൈലന്റ് എൻ്റെ വിളി കേട്ടുകൊണ്ട് അവൻ്റെ സഹോദരൻ ഇൻവിസിബിളുമായിട്ട് കുടിലിൽ നിന്നും പുറത്തേക്ക് വന്നു. ഞങ്ങളുടെ പൊതുഭാഷയായിട്ടുള്ള ഫനഗോലയിൽ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്ന് ഞാൻ അവരോട് അന്വേഷിച്ചു.
സൈലന്റ് നടന്ന സംഭവങ്ങൾ വിവരിക്കുവാൻ തുടങ്ങി. സൈലന്റ് തൻ്റെ പുൽപ്പായിൽ വാതിലിനടുത്തും അവൻ്റെ സഹോദരൻ കുടിലിൻ്റെ പിൻഭാഗത്തിലൂടെ ചേർന്നുമാണ് കിടന്നത്. നല്ല ഉറക്കത്തിലായിരുന്നു രണ്ടുപേരും. പെട്ടെന്ന് സൈലന്റ് ഉറക്കം ഞെട്ടി എഴുന്നേറ്റു. അവനെ അപ്പോൾ ഉണർത്തിയത് എന്താണെന്ന് മനസ്സിലായില്ല. പക്ഷേ വൈകാതെ കുടിലിൻ്റെ സമീപത്തായിട്ട് മതില് പോലെ വളർന്നു നിൽക്കുന്ന പുല്ലിലൂടെ ഒരു മൃഗം നീങ്ങുന്നുണ്ട് എന്ന് സൈലന്റ് തിരിച്ചറിഞ്ഞു. അടുത്ത നിമിഷം ഒരു സിംഹം അടച്ചുറപ്പിച്ച വാതിൽക്കിലേക്ക് കുതിച്ചെത്തി. വാതിലിന്റെ ഫ്രെയിമിൽ ഒരു വടി കുടിക്കുകയാണ് അകത്തു നിന്നും അത് അടച്ചിരുന്നത്. സിംഹത്തിന്റെ ആദ്യ അടിയിൽ തന്നെ മുൻപാദം പുല്ലുമറയും തകർത്തുകൊണ്ട് ഉള്ളിലേക്ക് തുളച്ചു വന്നു. പിന്നെ അത് കട്ടിയുള്ള മോപ്പൈൻ മരം കൊണ്ടുള്ള ഫ്രെയിമിൽ നിന്നും കഷ്ണങ്ങൾ കടിച്ചു പറിക്കുവാനായിട്ട് തുടങ്ങി. ഇതിന്റെ ഇടയിലും അത് ഭയങ്കരമായിട്ട് മുരളുന്നുണ്ടായിരുന്നു. എത്ര വലിയ ധൈര്യശാലിയാണെങ്കിലും രക്തം മരവിച്ചു പോകും ആ മുരൾച്ച കേട്ടാൽ. നരഭോജി പുല്ലുമറയുടെ ഒരു ഭാഗം മാന്തി കീറിയിട്ട് ആ വിടവിലൂടെ തല ഞെരുക്കി കയറ്റി. സൈലന്റിന്റെ അരയുടെ തൊട്ടടുത്താണ് അതിന്റെ തല കയറി വന്നത്. സൈലന്റ് തറയിൽ ചുറ്റിക്കറങ്ങി പരതി. തന്റെ കുന്തം കണ്ടെത്തുവാനായിരുന്നു ആ ശ്രമം. പക്ഷേ കുന്തം കിട്ടിയില്ല. പെട്ടെന്ന് അവന്റെ കൈ മിനുസമുള്ള എന്നാൽ കനമുള്ള എന്തിലോ സ്പർശിച്ചു. അത് ഇറ്റലിക്കാരിൽ നിന്നും അവന് സമ്മാനമായിട്ട് കിട്ടിയ അതുവരെയും തുറക്കാത്തൊരു കൊക്കോകോള ബോട്ടിലായിരുന്നു. സൈലന്റിന് ഏറ്റവും പ്രിയപ്പെട്ട പാനീയമാണ് കൊക്കോകോള. പെട്ടെന്നുണ്ടായ ഒരു ആവേശത്തിൽ കോളക്കുപ്പി അവൻ എടുത്തു. പിന്നെ സർവ്വശക്തിയും എടുത്ത് അതുപയോഗിച്ച് സിംഹത്തിന്റെ മൂക്കിന് തന്നെ തുടരെ ആഞ്ഞടിച്ചു. അപ്രതീക്ഷിതമായ അടിയേറ്റതോടെ സിംഹം മുരണ്ടുകൊണ്ട് തല പകുതിയോളം പിന്നിലേക്ക് വലിച്ചു. തുടർന്ന് പ്രകോപിതനായ ജന്തു ഒരലർച്ചയോടെ പൂർവാധികം ശക്തിയായിട്ട് കുടിലിന്റെ വിടവിലേക്ക് വീണ്ടും തല കടത്തി. സൈലന്റ് ധൈര്യം കൈവിടാതെ സിംഹത്തിന്റെ മൂക്കിൽ തന്നെ 2 തവണ കോളാക്കുപ്പി കൊണ്ട് അടിച്ചു. അതേ സമയത്താണ് കുടിലിൽ നിന്നും പുറത്തു ചാടിയ എന്റെ ടോർച്ച് വെളിച്ചം അതിന്റെ മേൽ വീണത്. പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ട വെളിച്ചവും മനുഷ്യന്റെ ആക്രോശവും കേട്ട ആശയക്കുഴപ്പത്തിലായ നരഭോജി വേഗത്തിൽ ഇരുട്ടിലേക്ക് അപ്രത്യക്ഷനായി. കുപ്പിയുടെ അടപ്പ് കൊണ്ട് കയ്യിലേറ്റ മുറിവുകളിൽ നിന്നും കിനിഞ്ഞു വരുന്ന രക്തം ഈമ്പി കുടിച്ചുകൊണ്ടാണ് സൈലന്റ് ഈ കഥ എന്നോട് പറഞ്ഞ് പൂർത്തിയാക്കിയത്. ഞാൻ പറയുന്നു, ഒരു കോളക്കുപ്പി ഉപയോഗിച്ച് നരഭോജി സിംഹത്തെ ഓടിച്ച ഒരേ ഒരാളെ ഈ ലോകത്തുള്ളൂ. അത് സൈലന്റാണ്. വിശന്നു വലഞ്ഞ അതും പ്രകോപിതനായ ഒരു നരഭോജിയെ തെരഞ്ഞിരുട്ടിലേക്ക് പോകുന്നത് അത്ര നല്ല കാര്യമല്ല. ഞാൻ സൈലന്റിനെ എൻ്റെ ബെറേറ്റ ഷോട്ട് ഗണ്ണും ഒരു പിടി ബക്ക്ഷോട്ട് ഷെല്ലുകളും നൽകി. എന്നിട്ട് എൻ്റെ കീഴിലുള്ള ബാക്കി സ്റ്റാഫുകൾ ഉറങ്ങുന്ന വലിയ കുടിലിലേക്ക് അവനെയും ഇൻവിസിബിളിനെയും അയച്ചു. പിന്നെ ടൂറിസ്റ്റുകളായ ഇറ്റലിക്കാരുടെ കുടിലിലെത്തി നടന്ന കാര്യങ്ങളെല്ലാം അവരോട് പറഞ്ഞു. കരുതലോടെ ഇരിക്കുവാനും മുന്നറിയിപ്പ് കൊടുത്തു. അവരുടെ കൈവശം .460 വെതർബി മാഗ്നം റൈഫിളുകളുണ്ട്. ആനയെ വീഴ്ത്തുവാൻ പോലും ധാരാളമാണ് ആ തോക്ക്. പിന്നെ ഒരു കുപ്പി തണുത്ത ബീറും എടുത്തുകൊണ്ട് ഞാൻ എൻ്റെ കുടിലിലേക്ക് തിരിച്ചു നടന്നു. നല്ല നീളവും വീതിയുമുള്ള എരുമത്തൊലിയാണ് വാതിലിന് പകരം ഉപയോഗിച്ചിരുന്നത്. എരുമത്തൊലി വലിച്ചുറപ്പിച്ച് വാതിലടച്ചു. അതിനുശേഷം ജെഫ്രി റൈഫിൾ എടുത്ത് വെടിയുണ്ടകൾ ലോഡ് ചെയ്തു. പിന്നെ ഒരു സിഗരറ്റും കത്തിച്ച് ബിയർ കുപ്പിയുമായിട്ട് ഇനി എന്ത് സംഭവിക്കുമെന്ന് അറിയുവാനായിട്ട് കട്ടിലിൽ അക്ഷമയോടെ കാത്തിരിപ്പ് തുടങ്ങി. ഇഴഞ്ഞു വലിഞ്ഞെന്ന പോലെയാണ് മണിക്കൂറുകൾ കടന്നുപോയത്. എന്റെ സ്ഥാനത്ത് നിങ്ങളായിരുന്നു ആ അന്ധകാരത്തിൽ ഇരിക്കുന്നതെങ്കിലും സ്ഥിതി വ്യത്യസ്തമാകില്ല. വലിപ്പമേറിയ രോമാവൃതമായ ഒരു കൈ ദുർബലമായ പുല്ലുമറയിലൂടെ ജീവനെടുക്കുവാനായിട്ട് കടന്നു വരുന്നുണ്ടോ എന്ന് സദാസമയത്തും നിങ്ങൾ ഭയത്തോടെ ഓർക്കും. ആ നിമിഷം നിങ്ങളുടെ മനസ്സിൽ ആദ്യ ബാല്യകാല ക്യാമ്പിംഗ് യാത്രയെ വെച്ച് കണ്ടതും കേട്ടതുമായിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഓർമ്മയിൽ വരും. പ്രാണികളുടെ ശബ്ദങ്ങൾ, കാറ്റ്ഫിഷും മുതലകളും ജലാശയത്തിൽ നീന്തി തുടിക്കുന്നത്, ഹിപ്പോകൾ മുഴക്കമുള്ള ഹോൺ ശബ്ദം മുഴക്കുന്നത്, കുന്നിൻ മുകളിലെ പനിമരക്കൂട്ടത്തിൽ ഉറക്കമില്ലാത്ത ബബൂണുകൾ ആർത്തു ചിലയ്ക്കുന്നത്, അതെല്ലാം നിങ്ങളുടെ മനോമുഖരത്തിൽ മിഴിവോടെ തെളിഞ്ഞു വരും. പിന്നെ എപ്പോഴോ സിംഹം എൻ്റെ കൂടാരത്തിൻ്റെ വളരെ അടുത്തുണ്ടെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. എനിക്ക് അവൻ്റെ സാമീപ്യം മനസ്സിലാക്കുവാനായി. ശവപ്പുഴുക്കളുടെ ഒരു കൂടുപോലെ എൻ്റെ കഴുത്തിലെ രോമകൂപങ്ങൾ ഭയം കൊണ്ട് എഴുന്നു. റൈഫിളിൻ്റെ സർക്കാസിയൻ വാൽനട്ട് സ്റ്റോക്കിലിരുന്ന എൻ്റെ ഉള്ളം കൈ ഭീതി മൂലം തണുത്ത് മരവിച്ചു. കുടിലിന് പുറത്തായിട്ട് മൃദുവായ ചെളിയിലൂടെ വിശന്നു വലഞ്ഞ ആ മൃഗം നടക്കുന്ന പാദപതന ശബ്ദം എനിക്ക് വ്യക്തമായിട്ടും കേൾക്കാം. സിംഹം കുടിലിൻ്റെ ദുർബലമായിട്ടുള്ള ഭാഗം എവിടെയാണെന്ന അന്വേഷണത്തിലായിരുന്നു. അതിനിടയിൽ വരുവാൻ പോകുന്ന ദുരന്തത്തിൻ്റെ മുന്നോടി പോലെ ഒരു നീണ്ട നിശബ്ദതയുണ്ടായി. ഇപ്പോഴതിൻ്റെ ഒച്ചയൊന്നും കേൾക്കുവാനായിട്ട് കഴിയുന്നില്ല. പക്ഷേ അവൻ സമീപത്ത് തന്നെ ഉണ്ടെന്ന് എനിക്കറിയാം. അതേ സമയത്ത് താഴ്ന്നതും അവിശ്വസനീയമാമിതം ക്രോധം നിറഞ്ഞതുമായിട്ടുള്ള ഒരു ഗർജനം ഇരുട്ടിൽ നിന്നും ഉയർന്നു. അതേ തുടർന്ന് എൻ്റെ കുടിലൊരു കനത്ത ആഘാതത്തിൽ വിറകൊണ്ടു. ഉണങ്ങിയ പുല്ലും കഷ്ണങ്ങളും പൊടിയും മേൽക്കൂരിൽ നിന്നും എൻ്റെ തലയിലും കണ്ണിലും വീണു. ഭ്രാന്തമായ ആവേശത്തോടെ ഞാൻ സിംഹം എവിടെയാണ് ഉള്ളത് എന്ന് കണ്ടെത്തുവാനായിട്ട് വട്ടം കറങ്ങി. അവൻ്റെ അലർച്ചകൾ നിലത്തെ വരെ കമ്പനം കൊള്ളിച്ചു. അടുത്ത നിമിഷം പരന്ന മേൽക്കൂരയ്ക്ക് കീഴിലായിട്ട് വെന്റിലേഷന് പകരം നിർമ്മിച്ച 18 ഇഞ്ച് വിടവിലൂടെ ഒരു ഇരുണ്ട രൂപത്തെ ഞാൻ കണ്ടെത്തി. അത് സിംഹത്തിൻ്റെ തലയായിരുന്നു. അവൻ അകത്തേക്ക് കടക്കുവാനുള്ള വഴി അന്വേഷിച്ച് മേൽക്കൂരയിൽ അള്ളിപ്പിടിച്ച് കിടക്കുകയാണെന്ന് ഒരു മിന്നായം പോലെ ഞാൻ തിരിച്ചറിഞ്ഞു. വണ്ണം കുറഞ്ഞ കഴകൾ പാകിയ പുല്ലുമേഞ്ഞ മേൽക്കൂരയിലൂടെ നർഭോജി ഉള്ളിലേക്ക് കടക്കുവാനായിട്ട് ശ്രമിക്കുകയായിരുന്നു. ഞാൻ ഡബിൾ ബാരൽ റൈഫിൾ ഇരുളിലേക്ക് ഉയർത്തി. പിന്നെ സിംഹം ഉണ്ടെന്ന് തോന്നിയ സ്ഥലം ലക്ഷ്യമാക്കി ട്രിഗറുകൾ അമർത്തി. ബാരലുകളുടെ അഗ്രത്തിൽ നിന്നും 2 തീജ്വാലകൾ ഒന്നിച്ചു പൊട്ടിത്തെറിച്ചു. 1000 ഗ്രെയിനിന്റെ ഈയ വെടിയുണ്ടകൾ മേൽക്കൂരയും തകർത്തുകൊണ്ട് പാഞ്ഞു.
ഇരട്ട വെടിയുടെ ശബ്ദത്തിനൊപ്പം ഒരു വലിയ അലർച്ചയും അവിടെ നിന്നും ഉയർന്നു. തുടർന്ന് മാന്തുന്നതും തല്ലിപ്പടയ്ക്കുന്നതുമായ ശബ്ദത്തിനൊപ്പം ഭക്ഷണച്ചാക്ക എടുത്തെറിഞ്ഞതുപോലെ എന്തോ ഒന്ന് കുടിലിന് പുറത്തെ ശൂന്യമായിട്ടുള്ള നടവഴിയിലേക്ക് വീണതും ഞാൻ കേട്ടു. യാന്ത്രികമെന്നോണം അതോടൊപ്പം വളരെ ധൃതിയിലുമാണ് ഇടത് കൈയിലെ വിരലുകൾ കൊണ്ട് പുതിയ 2 റൗണ്ടുകൾ കൂടി ലോഡ് ചെയ്തത്. കുടിലിന് പുറത്തായിട്ട് കുറച്ചു സമയത്തേക്ക് സിംഹം തല്ലിപ്പടയ്ക്കുന്ന ശബ്ദം കേൾക്കാമായിരുന്നു. പിന്നെ അത് നിലച്ചു. ഞാൻ വിറയ്ക്കുന്ന വിരലുകൾ കൊണ്ട് എരുമത്തൊലി വാതിൽ അഴിച്ചു മാറ്റി. പിന്നെ കരുതലോടെ പുറത്തേക്ക് നോക്കി. പക്ഷേ പുറത്തെങ്ങും സിംഹത്തെ കാണുവാനില്ലായിരുന്നു. ഒടുവിൽ ധൈര്യം സംഭരിച്ച് ഭിത്തിയിലേക്ക് പുറം ചേർത്ത് പിടിച്ച് പുറത്തേക്ക് ഇറങ്ങി. എന്നിട്ട് സാവധാനത്തിൽ വിശാലമായൊരു കമാനാകൃതിയിൽ ടോർച്ച് വീശിയടിച്ചു. ടോർച്ച് വെളിച്ചത്തിൽ ഇരുണ്ട കൊഴുപ്പുള്ള രക്തം മണ്ണിൽ കിടക്കുന്നത് കണ്ടു. ഏതാനും നിമിഷം മരവിപ്പ് മാറാതെ ഞാൻ അതിലേക്ക് നോക്കി. വെടിയേറ്റ നരഭോജി അധിക ദൂരമൊന്നും പോയിട്ടില്ല. 40 വാര അകലെയായിട്ട് അത് ചത്തുകിടപ്പുണ്ടായിരുന്നു. പിന്നീട് നടന്ന പരിശോധനയിൽ അവന്റെ നെഞ്ചിലൂടെ ഒരു ക്യാൻഡിലൂപ്പ്, അതായത് സിഗരറ്റ് വലിപ്പത്തിലുള്ള വെടിയുണ്ട കടന്നു പോയതായിട്ട് കണ്ടു. അതവന്റെ തോളിനെ തകർത്തിരുന്നു. മറ്റൊന്ന് ഒരു ബാർബറിന്റെ റേസർ പൂളിപ്പോയതുപോലെ നീളമുള്ള ചുവന്ന മുറിവ് സൃഷ്ടിച്ചുകൊണ്ട് അവന്റെ പള്ളയിലൂടെയാണ് കടന്നുപോയത്. വൈകിയില്ല. ക്യാമ്പിലുള്ള മുഴുവൻ ആളുകളും വെടിയേറ്റ് വീണ നരഭോജിയെ കാണുവാനായിട്ട് ഓടിക്കൂടി. സിംഹത്തെ കൊല്ലുന്നത് മറ്റേതൊരു ജീവിയേക്കാളും ആഫ്രിക്കക്കാരെ ആവേശം കൊള്ളിക്കുന്നു. അപ്പോഴാണ് ഞാൻ ഈ പ്രവൃത്തിയുടെ അനന്തരഫലങ്ങളെക്കുറിച്ച് ചിന്തിച്ചത്. ലൈസൻസ് ഇല്ലാതെ മൃഗത്തെ കൊന്നാൽ അതുമൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് എനിക്ക് വളരെ നന്നായിട്ട് അറിയാം. സാംബിയൻ ഗെയിം ഡിപ്പാർട്ട്മെന്റിന്റെ വിചിത്രവും കർശനവുമായിട്ടുള്ള നിയമങ്ങളെക്കുറിച്ച് മറ്റ് പല സംഭവങ്ങളിൽ നിന്നും ഞാൻ ബോധവാനായിരുന്നു. കാരണം ഈ സിംഹം എന്നെ ഭക്ഷിക്കാത്തതുകൊണ്ട് അത് നരഭോജിയാണെന്ന് തെളിവില്ല എന്ന് ഡിപ്പാർട്ട്മെന്റ് പറയും. അതോടെ ഞാനൊരു സാധാരണ സിംഹത്തെയാണ് വേട്ടയാടിയതെന്ന ആരോപണം ഉയരും. അങ്ങനെ ഞാൻ കുറ്റക്കാരനാവുകയും ചെയ്യും. ഇവരുടെ ഈ വിചിത്രമായിട്ടുള്ള നിയമം അനുസരിച്ച് വെടിവയ്ക്ക് മുൻപ് അതിനെ എൻ്റെ 1-2 കാലുകൾ കഴിക്കുവാനായിട്ട് ഞാൻ അനുവദിച്ചിരുന്നുവെങ്കിൽ എല്ലാം നന്നായേനെ. ഈ നിയമപ്രശ്നം ഞങ്ങൾ പരിഹരിച്ചത് മറ്റൊരു രീതിയിലാണ്. ഇറ്റലിക്കാരിൽ ഒരാൾക്ക് ഗെയിം ലൈസൻസ് ഉണ്ടായിരുന്നു. അദ്ദേഹം എന്നെ രക്ഷിക്കുവാനായിട്ട് താനാണ് സിംഹത്തെ വെടിവെച്ചത് എന്ന് അധികാരികളോട് പറയാമെന്ന് സമ്മതിച്ചു. അങ്ങനെ ആ പ്രശ്നം പരിഹരിച്ചു. ഒരു കാര്യം എടുത്തു പറയേണ്ടതുണ്ട്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ഈ നദികളുടെ പരിസരത്ത് 50 മൈൽ ചുറ്റളവിൽ നടന്നു വന്നിരുന്ന മനുഷ്യക്കൊലകൾ ഈ സംഭവത്തിന് ശേഷം പെട്ടെന്ന് അവസാനിച്ചു. മറ്റ് തെളിവുകളൊന്നും ചൂണ്ടിക്കാണിക്കുവാനായിട്ടില്ലെങ്കിലും സാഹചര്യ തെളിവുകൾ ചിലത് സൂചിപ്പിക്കുന്നു. ആരോഗ്യവും മിനുത്ത ശരീരവുമുള്ള ഈ നരഭോജി അവൻ സ്ഥിരമായിട്ട് നരനായാട്ട് നടത്തുന്ന സ്ഥലത്തു നിന്നും തെക്കോട്ട് മാറുവാനായിട്ട് തീരുമാനിച്ചിരിക്കണം. കാരണം അവിടെയുള്ള ജനങ്ങൾ മുൻകരുതലുകൾ സ്വീകരിക്കാനായിട്ട് തുടങ്ങിയിരുന്നു. പുതിയ മേഖലയിലെത്തിയ നരഭോജി ആദ്യ ആക്രമണം അഴിച്ചുവിട്ടത് ഞങ്ങളുടെ കുടിലുകളുടെ നേർക്കായിരുന്നു. അതൊരു നരഭോജി അല്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും സൈലന്റിന്റെ കുടിലിൽ പ്രവേശിക്കില്ല. പിന്നീട് എനിക്ക് ഒരു അവസരം കൂടി നൽകുവാനായിട്ട് മടങ്ങി വരികയും ചെയ്യില്ല. ആഫ്രിക്കയിൽ മൃഗയാ വിനോദത്തിനെത്തിയ ആദ്യകാല യൂറോപ്യന്മാർ ആഫ്രിക്കൻ ഗെയിമിനെക്കുറിച്ച് എഴുതുവാൻ തുടങ്ങിയ കാലം മുതലേ സിംഹങ്ങളും മറ്റിനത്തിൽപ്പെട്ട പൂച്ചവർഗ്ഗങ്ങളും എന്തുകൊണ്ടാണ് നരഭോജികളായിട്ട് മാറുന്നത് എന്ന അവരുടേതായിട്ടുള്ള കണ്ടെത്തലുകൾ എഴുതിയിട്ടുണ്ട്. ഈ വിഷയത്തിൽ കാലാകാലങ്ങളായിട്ട് നിരന്തരം ചർച്ചകളും വാദങ്ങളും ഉണ്ടായിരുന്നു. 18-ാം നൂറ്റാണ്ടിന്റെ ആദ്യ ദശകം മുതൽ പുറത്തു വന്ന 100 കണക്കിന് കൃതികളിലെല്ലാം പൊതുവായിട്ട് ഒരേ കാരണങ്ങളായിരുന്നു എല്ലാവരും പറഞ്ഞത്. എന്നാൽ 1907 സാവോയിലെ നരഭോജി സിംഹങ്ങളെക്കുറിച്ച് പാറ്റേഴ്സൺ എഴുതിയ പുസ്തകം പുറത്തു വന്നപ്പോഴാണ് ആളുകൾ മാറി ചിന്തിക്കുവാനായിട്ട് തുടങ്ങിയത്. അത്രയും കാലം വരെ ഒരു മൃഗം നരഭോജി ആകുന്നത് വാർദ്ധക്യത്തിലെത്തി പല്ലുകൾ നഷ്ടപ്പെട്ട അവസ്ഥയിലെത്തുമ്പോഴോ അല്ലെങ്കിൽ ഏതെങ്കിലും കാരണത്താൽ അംഗവൈകല്യം സംഭവിക്കുമ്പോഴോ ആയിരിക്കുമെന്ന് പൊതുവായിട്ട് കരുതപ്പെട്ടിരുന്നു. പാറ്റേഴ്സന്റെ പുസ്തകമാണ് ആ ധാരണ മാറ്റിയത്. മുള്ളൻ പന്നിയുടെ ആക്രമണത്തിൽ പരിക്ക് പറ്റിയതുകൊണ്ടോ അല്ലെങ്കിൽ മറ്റ് പരിക്കുകൾ കാരണമോ സ്വാഭാവികമായിട്ടുള്ള ഇരകളെ വേട്ടയാടുവാൻ സാധിക്കാതെ വരുന്നതുകൊണ്ട് മാത്രമാണ് അതിജീവിക്കുവാനായിട്ടൊരു മൃഗം നരഭോജനത്തിലേക്ക് മാറുന്നത് എന്ന് ഞാനും വിചാരിക്കുന്നില്ല. അത് വസ്തുതാവിരുദ്ധമാണ്. നരഭോജി സിംഹങ്ങളുടെ കാര്യം തന്നെ എടുക്കാം. ഇതിൽ തന്നെ നിരവധി വിഭാഗങ്ങളുണ്ട്. ഇതെന്റെ വിശ്വാസം മാത്രമല്ല, അനുഭവം കൂടിയാണ്. സാധാരണഗതിയിൽ പരിക്ക് മൂലം വേട്ടയാടുവാനായിട്ട് കഴിയാത്ത മാംസഭോജികൾ തീർച്ചയായിട്ടും അതിജീവിക്കുവാനായിട്ട് 1-2 മനുഷ്യരെ തരം കിട്ടിയാൽ ആഹാരമാക്കാറുണ്ട്. പൊതുവെ നരഭോജി സിംഹങ്ങളിൽ ഭൂരിഭാഗവും നല്ല വലിപ്പമുള്ള, വേട്ടയാടുവാനായിട്ട് കഴിവുള്ള, നല്ല ആരോഗ്യമുള്ള മെലിഞ്ഞ ഉടലോടുകൂടിയ മൃഗങ്ങളായിരിക്കും. ഞാൻ വെടിവെച്ച് വീഴ്ത്തിയ നരഭോജി സിംഹങ്ങളെല്ലാം തന്നെ ഇത്തരം ശരീരപ്രകൃതിയുള്ള മൃഗങ്ങളായിരുന്നു, ഒന്നൊഴിച്ച്. അതിനെ ഞാൻ വെടിവെച്ച് വീഴ്ത്തിയത് എത്യോപ്യയിൽ വെച്ചാണ്. നല്ല പ്രായമുള്ള പെൺസിംഹമായിരുന്നു അവൾ. അവളുടെ താടിയെല്ല് പണ്ടാരോ വെച്ച വെടിയുടെ ഫലമായിട്ട് വിലക്ഷണമായിട്ട് കീഴോട്ട് തൂങ്ങിക്കിടന്നിരുന്നു. അവളുടെ താടിയെല്ലിന്റെ അസ്ഥിയിൽ നിന്നും ഞാൻ 2.5 ഇഞ്ച് നീളമുള്ള ഇരുമ്പിന്റെ ഒരു കട്ടർ റോഡ് കഷ്ണം പുറത്തെടുത്തു. ഏതോ വിവരം കെട്ട ഒരുവൻ മസിൽ ലോഡർ ഉപയോഗിച്ച് വെടിവെച്ചതിന്റെ ഫലമാണത്. അവൻ തന്നെ ആയിരിക്കും അവളുടെ ആദ്യത്തെ മനുഷ്യരെന്ന് ഞാൻ ഊഹിക്കുന്നു. അവളുടെ അടിനിര പല്ലുകളിൽ ഭൂരിഭാഗവും നഷ്ടപ്പെട്ടിരുന്നു. എങ്കിലും 14 ഗാല ഗോത്രവർഗ്ഗക്കാരെ പല്ലില്ലാതെ അവൾ ചവച്ചു തിന്നിരുന്നു. പരിക്കേറ്റ സിംഹങ്ങൾ നരഭോജിയാകുന്നത് ഒരു സ്വാഭാവിക പ്രതിഭാസമാണ്. ഇതൊന്നുമല്ലാതെ സാധാരണ സിംഹങ്ങളും നരവേട്ടയിൽ ഏർപ്പെടാറുണ്ട്.
അവരിത് ചെയ്യുന്നതിന് നിരവധി കാരണങ്ങൾ ചൂണ്ടിക്കാണിക്കുവാനും കഴിയും. ഒന്നുകിൽ അവർ നരഭോജികളായ മാതാപിതാക്കളുടെ സന്തതികളായിരിക്കും. മുലകുടി മാറിയ ഉടനെ ഒരു സാധാരണ പ്രവർത്തനം എന്ന പോലെ മനുഷ്യനെ വേട്ടയാടുവാനായിട്ട് ഈ കുട്ടികളെ മാതാപിതാക്കൾ പഠിപ്പിക്കും. വളർന്നു വരുമ്പോൾ സ്വാഭാവിക പ്രവർത്തനം എന്ന പോലെ മനുഷ്യരെയും ഈ സിംഹങ്ങൾ വേട്ടയാടും. അങ്ങനെയും നരഭോജികൾ രൂപപ്പെടാറുണ്ട്. ചിലപ്പോഴൊക്കെ കനത്ത കുറ്റിക്കാടുകൾ നിറഞ്ഞ പ്രദേശങ്ങളിലൂടെ നടക്കുന്ന മനുഷ്യർ ശ്രദ്ധയില്ലാതെ സിംഹങ്ങളുടെ മുൻപിൽ പോയിട്ട് എടുത്തു ചാടും. അത്തരം സാഹചര്യത്തിൽ സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ആ മനുഷ്യരെ അവർ ആക്രമിക്കും. അങ്ങനെ അവിചാരിതമായിട്ട് കൊല്ലപ്പെടുന്ന മനുഷ്യരെ ഈ മൃഗങ്ങൾ ഭക്ഷിക്കുകയോ ഭക്ഷിക്കാതിരിക്കുകയോ ചെയ്തേക്കാം. പക്ഷേ അവർ യാദൃശ്ചികമായിട്ട് മനുഷ്യമാംസത്തിന്റെ രുചി ഇങ്ങനെ അറിയുവാനായിട്ട് ഇടവന്നാൽ അത് അവരത്ര എളുപ്പം മറക്കില്ല. എത്രയോ എളുപ്പമാണ് ഈ ഇരുകാലി ജീവികളെ വേട്ടയാടുവാനെന്ന് അവർ അതോടെ തിരിച്ചറിയും. യാതൊരു കഷ്ടപ്പാടുമില്ലാതെ മനുഷ്യനെന്ന ഇരയെ കിട്ടുമെങ്കിൽ എന്തിനാണ് വേട്ടയാടുവാനായിട്ട് വളരെ പ്രയാസമുള്ള കാട്ടുപോത്തിന്റെയും സീബ്രയുടെയും പിന്നാലെ അലയുന്നത്? ഈ തിരിച്ചറിവ് സിംഹങ്ങളെ നരഭോജികളാക്കും. ഇതുകൂടാതെ വിഷപ്പനികളും പലതരം പകർച്ചവ്യാധികളും മറ്റൊരു കാരണമാണ്. രോഗബാധ മൂലം മരണപ്പെടുന്ന മനുഷ്യശവങ്ങൾ വനത്തിലാണ് ഗ്രാമീണർ ഉപേക്ഷിക്കുക. വിശപ്പ് കൊണ്ട് ഇങ്ങനെ ഉപേക്ഷിക്കപ്പെട്ട ശവങ്ങൾ ഒരു സിംഹം ആഹരിക്കുവാനായിട്ട് ഇടയായാൽ അവർ നരഭോജികളായിട്ട് മാറും. കഷ്ടമെന്ന് പറയണം, പല ആഫ്രിക്കൻ ഗോത്രങ്ങൾ ഇപ്പോഴും പ്രായമായവരെയും മരണപ്പെട്ടവരെയും ശരിയായ രീതിയിൽ സംസ്കരിക്കാതെ വനത്തിൽ ഉപേക്ഷിക്കുന്ന ആചാരമുള്ളവരാണ്. ആഫ്രിക്കയിൽ ഒരു സിംഹം നരഭോജിയായി മാറിയിട്ടുണ്ടെങ്കിൽ അതിന് ഒരു കാരണമേ ഉള്ളൂ: വിശപ്പ്. അതികഠിനമായിട്ടുള്ള വിശപ്പ്. ഓർക്കുക, ഒരു സിംഹത്തിന് നല്ലതുപോലെ വിശക്കുന്നുണ്ടെങ്കിൽ അവൻ നിങ്ങളെ ഭക്ഷിച്ചിരിക്കും. അതിൽ ഒരു സംശയവും വേണ്ട. 1972 റൊഡേഷ്യയിലെ വാങ്കി നാഷണൽ പാർക്കിൽ വെച്ച് ഒരു സംഭവമുണ്ടായി. 2 വെള്ളക്കാരുടെ കുടുംബങ്ങൾക്ക് നേർക്ക് ഒരു രാത്രിയിൽ ഒരു കൂട്ടം നരഭോജി സിംഹങ്ങൾ ആക്രമണം അഴിച്ചുവിട്ടു. അക്കാലത്ത് തന്നെ ആക്രമണത്തിന് ഇരയായ ആ കുടുംബാംഗങ്ങളുമായിട്ട് ഞാൻ നേരിട്ട് സംസാരിച്ചിരുന്നു. അവരെന്നോട് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം. റോഡേഷ്യൻ ഗെയിം വാർഡനായ ലെൻ ഹാർവി അടുത്ത കാലത്താണ് വിവാഹിതനായത്. ലെൻ ഹാർവി ഭാര്യ ജീനിനെയും കൂട്ടി ഹണിമൂൺ ആഘോഷിക്കുവാൻ പോയത് പ്രകൃതിദത്തമായിട്ടുള്ള കുളങ്ങളും മനോഹരമായിട്ടുള്ള അരുവികളുമുള്ള ഷാപ്പി പാൻ എന്ന സ്ഥലത്താണ്. മുൻപ് ആനകളെ ചട്ടം പഠിപ്പിച്ചിരുന്ന ഒരു പഴയ കേന്ദ്രത്തിലാണ് അവർ തമ്പടിച്ചത്. അതേ സമയത്ത് മറ്റൊരു റേഞ്ചറായ വില്ലി ഡി ബിയറും അദ്ദേഹത്തിന്റെ ഭാര്യയും മകളും മകളുടെ ഭർത്താവായ കോളിൻ മാത്യൂസും അവധിക്കാലം ആഘോഷിക്കുവാനായിട്ട് ഷാപ്പിയിലെത്തിയിരുന്നു. ഇവരും ആ പഴയ ആനത്താവളത്തിൽ തങ്ങുവാനായിട്ട് തീരുമാനിച്ചു. ക്യാമ്പിംഗ് തുടങ്ങി 2 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു സംഭവം ഉണ്ടായി. ഒരു രാത്രിയിൽ 3 സിംഹങ്ങൾ ജാഥയായിട്ട് ധൈര്യസമേതം ഇവരുടെ ക്യാമ്പിലേക്ക് കടന്നു വന്നു. എന്നിട്ട് അവിടെയുള്ള സ്റ്റാഫുകൾ വളർത്തിയിരുന്ന കോഴികളെ കൊന്നു തിന്നു. പക്ഷേ ആ ജീവികൾ മനുഷ്യരെ ആക്രമിച്ചില്ല. അപകടകരമായിട്ടുള്ള സാഹചര്യമാണെങ്കിലും അവർ നിസ്സഹായരായിരുന്നു. കാരണം ഈ പ്രദേശം ദേശീയ ഉദ്യാനത്തിന്റെ അതിർത്തിയുടെ ഉള്ളിലാണ്. ഇവിടെ വേട്ടയാടൽ കർശനമായിട്ട് നിരോധിച്ചിരുന്നു. അതുകൊണ്ട് വീണ്ടും സിംഹം വന്നാലും അവയെ ഒന്നും ചെയ്യുവാനായിട്ട് ഇവർക്ക് കഴിയില്ല. അവരുടെ കൈവശമുള്ള തോക്കുകളെല്ലാം നിയമപ്രകാരം ഗോഡൌണിൽ പൂട്ടിവെച്ചിരുന്നു. അതിന്റെ അടുത്ത ദിവസം രാത്രിയിൽ സിംഹങ്ങൾ വീണ്ടും വന്നു. ലെനും ജീനും കഴയും ചെളിയും കൊണ്ട് നിർമ്മിച്ച ഒരു കുടിലിൽ ഉറങ്ങുകയായിരുന്നു. രാത്രി 11 മണി ആയപ്പോൾ ഒരു വലിയ പെൺസിംഹം അലർച്ചയോടെ കുടിലിന്റെ ജാലകവും തകർത്തുകൊണ്ട് അകത്തേക്ക് കുതിച്ചു വന്നു. സിംഹത്തിന്റെ തട്ട് കിട്ടിയ ജീൻ കിടക്കയിൽ നിന്ന് നിലത്തേക്ക് തെറിച്ചു വീണു. അടുത്ത നിമിഷം അവളുടെ മുതുകിൽ കടി വീണു. ജീനിയെ കടിച്ചുയർത്തിയെടുത്ത് ആട്ടിൻ ചോപ്സ് കഴിക്കുന്ന ഒരു ടെറിയർ നായയെ പോലെ നരഭോജി എടുത്തു കുടഞ്ഞു. വേദനയോടെയും ഭയത്തോടെയും അവൾ അലറി. നരഭോജിയുടെ കടിയിൽ നിന്നും രക്ഷപ്പെടുവാനായിട്ട് ജീനി കിണഞ്ഞു ശ്രമിച്ചു. ഇതിനോടകം സംഭവത്തിന്റെ ഗൗരവം തിരിച്ചറിഞ്ഞ ലെൻ ഹാർവി അവിശ്വസനീയമായിട്ടുള്ളൊരു കാര്യം ചെയ്തു. തന്റെ ഭാര്യയെ രക്ഷിക്കുവാനായിട്ട് അയാൾ ധൈര്യത്തോടെ വെറും കൈകൊണ്ട് സിംഹത്തെ ആക്രമിച്ചു. അതോടെ നരഭോജി ജീനിയുടെ മേലുള്ള കടിവെട്ട് ഹാർവിക്ക് നേരെയാണ് തിരിഞ്ഞത്. ഒരു മിന്നൽ വേഗത്തിൽ സിംഹം ലെൻ ഹാർവിയെ തറയിൽ വീഴിച്ചു. നീളമുള്ള ഉളിപ്പല്ലുകൾ അയാളുടെ തോളിലാണ് ആഴത്തിൽ അമർന്നത്. മനസാന്നിധ്യം കൈവിടാതെ ലെൻ ഹാർവി ഭാര്യയോട് എത്രയും വേഗം കുടിലിൽ നിന്നും ഇറങ്ങി ഓടുവാനായിട്ട് നിലവിളിച്ചു പറഞ്ഞു. പരിക്കേറ്റിരുന്നുവെങ്കിലും ജീനിക്ക് ഓടുവാനായിട്ട് കഴിയുമായിരുന്നു. വേദനയോടെയും ഭയത്തോടെയും അവൾ കട്ടിലിന്റെ അടിയിലൂടെ ഉരുണ്ടുമാറി. എന്നിട്ട് കുടിലിന്റെ വാതിലിന്റെ അടുത്തെത്തി. പിന്നെ ചോരയും ഒലിപ്പിച്ചുകൊണ്ട് പുറത്തേക്ക് പാഞ്ഞു. സമീപത്തായിട്ട് ഡി ബിയറും കുടുംബവും താമസിക്കുന്ന ക്യാമ്പിന്റെ നേർക്കാണ് അവൾ ഓടിയത്. എന്നാൽ ക്യാമ്പിന്റെ പാതി വഴിയിലെത്തിയപ്പോൾ ജീനി പെട്ടെന്ന് നിന്നു. സിംഹവുമായിട്ട് പോരാടുന്ന, ജീവനു വേണ്ടി മല്ലിടുന്ന തന്റെ ഭർത്താവിനെ സഹായിക്കണമെന്ന ചിന്ത അവൾക്കുണ്ടായി. ജീനി ധൈര്യം സംഭരിച്ച് ആ കുടിലിന്റെ നേർക്ക് വീണ്ടും തിരിഞ്ഞോടി. കുടിലിന്റെ ഉള്ളിലേക്ക് നോക്കിയപ്പോൾ ഒരു ചെറിയ ചലനം മാത്രമാണ് അവൾ കണ്ടത്. അതോടെ ഭർത്താവിനെ സഹായിക്കുവാനായിട്ട് തനിക്ക് കഴിയില്ല എന്ന് അവൾക്ക് മനസ്സിലായി. അവൾ തിരിച്ചു വീണ്ടും ഡി ബിയേഴ്സിന്റെ ക്യാബിന്റെ നേർക്കോടി. വാതിലിൽ തട്ടി അവരെ ഉണർത്തി കാര്യം പറയുകയും എന്നിട്ട് കുഴഞ്ഞു വീഴുകയും ചെയ്തത് ഒരുമിച്ചായിരുന്നു. വില്ലി ഡി ബിയർ മരുമകനെ ഉണർത്തി. അവിടെ ഒരു ചെറിയ ഹോണ്ട ജനറേറ്റർ ഉണ്ട്. അത് സ്റ്റാർട്ട് ചെയ്യുവാനായിട്ട് അവനെ പറഞ്ഞു വിട്ടു. എന്നിട്ട് അയാൾ പൂട്ടിവെച്ച തോക്കുകൾ എടുക്കുവാനായിട്ട് സ്റ്റോർ റൂമിലേക്ക് ഓടി. അരണ്ട വെളിച്ചത്തിൽ കയ്യിൽ തടഞ്ഞത് .375 H&H കാലിബറുള്ള ഒരു മോഡൽ 70 വിഞ്ചസ്റ്ററും പാർക്കാർഡ് ഹെൽ .243 ബോൾട്ട് ആക്ഷൻ റൈഫിളുമാണ്. അത് രണ്ടും എടുത്തു. കൂട്ടത്തിൽ അതിനുവേണ്ട വെടിയുണ്ടകളും ഓരോ പിടി വീതം വാരി പോക്കറ്റിലിട്ടു. ധൃതിയിൽ 2 റൈഫിളും ലോഡ് ചെയ്തു.
.243 കോളിൻ മാത്യൂസിന് കൈമാറി. എന്നിട്ട് അവർ ലെൻ ഹാർവിയുടെ കുടിലിന്റെ നേർ കൂടി. അവരെത്തിയപ്പോൾ വാതിൽ അടഞ്ഞു കിടക്കുന്നതാണ് കണ്ടത്. ഡി ബിയർ ശ്രദ്ധാപൂർവ്വം കുടിലിന്റെ ഉള്ളിലേക്ക് നോക്കി. ഒന്നും തന്നെ കാണുവാനോ കേൾക്കുവാനോ ഇല്ല. പിന്നെ അയാൾ വളരെ സ്വരം താഴ്ത്തി ഹാർവിയെ വിളിച്ചു. പക്ഷേ കുടിലിന്റെ ഉള്ളിൽ നിന്നും ആഴത്തിലുള്ള ഒരു മുരൾച്ചയാണ് മറുപടിയായിട്ട് കിട്ടിയത്. ആ നിമിഷം പുറത്ത് കത്തി നിന്ന ബൾബിലെ നേരത്തെ വെളിച്ചവും അണഞ്ഞു. ജനറേറ്റർ നിന്നു പോയതാണ്. ഡി ബിയർ ചെളി കൊണ്ട് തീർത്ത ഭിത്തിയിലെ ഒരു ചെറിയ വിൻഡോയിലൂടെ ഉള്ളിലേക്ക് നോക്കി. സിംഹത്തെ കാണുവാനില്ല. അലക്ഷ്യമായിട്ട് ഉള്ളിലേക്ക് വെടിവെക്കുവാനും കഴിയില്ല. ചിലപ്പോൾ ഇരുട്ടി കിടക്കുന്ന ഹാർവിക്കായിരിക്കും വെടി കൊള്ളുക. അയാൾ ഇതിനോടകം മരിച്ചില്ലെങ്കിൽ അതൊരു കൊലപാതകമായിട്ട് മാറും. ഇതിനിടയിൽ ഇരുട്ടുമായിട്ട് ഇടപഴകിയ ഡി ബിയറിന്റെ കണ്ണുകൾ വാതിലിനോട് ചേർന്ന് കിടക്കുന്ന ഹാർവിയുടെ രക്തത്തിൽ കുളിച്ച കാലുകൾ കണ്ടു. അവരയാളെ പുറത്തേക്ക് വലിച്ചിട്ടു. അപ്പോഴാണ് സിംഹത്തിന്റെ അടിയേറ്റ ഹാർവിയുടെ നെറ്റിയിലെ തൊലിയെല്ലാം കീറിപ്പൊളിഞ്ഞ് തലയ്ക്ക് ക്ഷതമേറ്റതവർ കണ്ടത്. അയാളുടെ കണ്ണുകളിൽ നിന്നും രക്തത്തിന്റെ ഒരു ഉറവ പൊട്ടി ഒഴുകുന്നുണ്ട്. വില്ലി ബിയർ മരുമകനോട് അവന്റെ ടീഷർട്ട് ഊരിയെടുത്ത് സ്ട്രിപ്പുകളായിട്ട് കീറിയെടുക്കുവാനും എന്നിട്ട് ഹാർവിയുടെ മുറിവുകൾ വെച്ച് കെട്ടി കണ്ണിലെ രക്തമൊഴുക്ക് തടയുവാനും പറഞ്ഞു. അയാൾ റൈഫിളും എടുത്ത് വീണ്ടും വിൻഡോയെ സമീപിച്ചു. ജനാലയിലൂടെ ബാരൽ അകത്തേക്ക് നീട്ടി. പക്ഷേ ഇത്തവണ സിംഹം അയാൾ വരുന്നതും കാത്ത് തയ്യാറായിട്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് അവൾ ഇരുട്ടിൽ നിന്നും കുതിച്ചുചാടി ഡി ബിയറിന്റെ തലയ്ക്ക് പിന്നിലായിട്ട് പിടിമുറുക്കി. 2 ഇഞ്ച് നീളം വരുന്ന നഖങ്ങൾ ചൂണ്ടക്കൊളുത്തുപോലെ അയാൾ അസ്ഥിയിലേക്ക് ആഴ്ന്നിറങ്ങി. സിംഹം ഡി ബിയറിന്റെ തല വായിലാക്കുവാനും എന്നിട്ട് ജനാല വഴി ഉള്ളിലേക്ക് വലിച്ചിടുവാനുമാണ് ശ്രമിച്ചത്. പക്ഷേ അയാൾ നിലവിളിച്ചുകൊണ്ട് റൈഫിൾ കുടിലിന്റെ ഉള്ളിലേക്ക് ഇടുകയും 2 കൈയും ഉയർത്തിയ നരഭോജിയുടെ തുറന്ന വായുടെ അരികളിൽ അകത്തിപ്പിടിച്ച് തള്ളി മാറ്റുവാനായിട്ട് ശ്രമിക്കുകയും ചെയ്തു. ആ നിമിഷത്തിൽ സിംഹത്തിന്റെ വായിൽ നിന്നും വന്ന ദുർഗന്ധം അയാളെ ശ്വാസം മുട്ടിച്ചു. പക്ഷേ ഭിത്തിയുടെ മറവുള്ളതുകൊണ്ടും ജനാല ചെറുതായതുകൊണ്ടും അയാൾ ധൈര്യപൂർവ്വം നടത്തിയ പ്രതിരോധം മൂലവും അയാളുടെ തല അതിനെ വായിലാക്കുവാനായിട്ട് കഴിഞ്ഞില്ല. അതോടെ നരഭോജി നഖങ്ങൾ ചുരുക്കി കൈകൾ അകത്തേക്ക് വലിച്ചു. അതിന്റെ ഫലമായിട്ട് ഡി ബിയറിന്റെ തലയോട്ടിയിൽ നിന്നും ശിരോചർമ്മം കീറിപ്പറിഞ്ഞ് രോമമുള്ള ചുവന്ന തൊപ്പി പോലെ മുഖത്തേക്ക് മറിഞ്ഞു തൂങ്ങിക്കിടന്നു. അയാൾ വലിയ നിലവിളിയോടെ പിന്നോട്ട് മറിഞ്ഞു. അടുത്ത നിമിഷം നരഭോജി ജനാലയം തകർത്തുകൊണ്ട് പുറത്തേക്ക് ചാടി. അവൾ നിന്നത് ഡി ബിയറിന്റെ ശരീരത്തിന്റെ മുകളിലാണ്. അബോധാവസ്ഥയുടെ വക്കിലെത്തിയെങ്കിലും പരിക്ക് പറ്റിയ തല കൈകൾ കൊണ്ട് മറച്ചു പിടിക്കുവാനായിട്ട് അയാൾക്ക് സാധിച്ചു. അതുകൊണ്ട് തലയ്ക്ക് പകരം കയ്യിലാണ് കടിയേറ്റത്. ബോധപൂർവമോ അല്ലെങ്കിൽ പെട്ടെന്നുണ്ടായ റിഫ്ലക്ഷൻ മൂലമോ ആയിരിക്കാം അപ്പോഴയാൾക്ക് അങ്ങനെ ചെയ്യുവാനായിട്ട് തോന്നിയത്. എന്തായാലും ആ പ്രവൃത്തിയായിരുന്നു വില്ലിയുടെ ജീവൻ രക്ഷിച്ചത് എന്ന് പറയാം. പല്ലുകൾക്കിടയിൽപ്പെട്ട കയ്യിലെ അസ്ഥികൾ ഞെരിഞ്ഞു പൊട്ടുന്ന ശബ്ദം കേട്ടപ്പോൾ ഒരു പക്ഷേ തന്റെ ഇരയുടെ തലയോട് പൊട്ടിയതാണെന്ന് ആ സിംഹവും വിചാരിച്ചിരിക്കണം. അത് അയാളെ ജീവനോടെ ഭക്ഷിക്കുവാനായിട്ട് ആരംഭിച്ചു. നിസ്സഹായതയോടെ നിലവിളിക്കുവാൻ മാത്രമാണ് അയാൾക്കിനി കഴിയൂ. ഈ സമയത്ത് വെറും 10 അടി അകലെയായിട്ട് തന്റെ അമ്മായി അപ്പനെ നരഭോജി ആക്രമിക്കുന്നതും കണ്ടുകൊണ്ട് പേടിച്ചു വിറച്ച കോളിൻ മാത്യൂസ് നിൽപ്പുണ്ടായിരുന്നു. അവന്റെ കയ്യിൽ അപ്പോഴും .243 റൈഫിളുണ്ട്. അതിൽ 4ഓളം 100 ഗ്രെയിൻ സോഫ്റ്റ് പോയിന്റ് വെടിയുണ്ടകളും ചേംബറിൽ 5ാമതും മറ്റൊരെണ്ണവും ഉണ്ടായിരുന്നു. ആ സാഹചര്യത്തിൽ കോളിനെ നരഭോജിയെ നിസ്സാരമായിട്ട് വെടിവെച്ച് കൊല്ലുവാൻ കഴിയും. പക്ഷെ അവനത് ചെയ്തില്ല. കാരണം ജീവിതത്തിൽ ഒരിക്കൽ പോലും കോളിൻ റൈഫിൾ ഉപയോഗിച്ചിട്ടില്ല. അതുകൊണ്ട് സേഫ്റ്റി ക്യാച്ച് എവിടെയാണെന്നോ അതെങ്ങനെയാണ് റിലീസ് ചെയ്യേണ്ടതെന്നോ അതോ അങ്ങനെ ഒരു സാധനം ഉണ്ടോ എന്നോ പോലും അവൻ അറിയില്ലായിരുന്നു. ഭയത്തോടെ തോക്കുമെടുത്ത് പിന്നോട്ട് മാറിയ കോളിൻസ് ഇരുട്ടിലായിട്ട് നിലത്ത് കിടക്കുന്ന നാഗം പൂശി ഇരുമ്പ് ബക്കറ്റ് കണ്ടില്ല. കൃത്യം ബക്കറ്റിലാണ് അവൻ ചവിട്ടിയത്. കാലിൽ ബക്കറ്റ് കുടുങ്ങി. അതോടെ ബാലൻസ് നഷ്ടപ്പെട്ട് കോളിൻ പിന്നോട്ടും മലച്ചു വീണു. അതോടൊപ്പം റൈഫിൾ അവന്റെ കയ്യിൽ നിന്നും നിലത്തേക്ക് തെറിച്ചും പോയി. ഈ ശബ്ദം കേട്ടതോടെ സിംഹത്തിന്റെ ശ്രദ്ധ കോളിന്റെ നേർക്കായി. അവളുടെ രക്തരൂഷിതമായിട്ടുള്ള വായിൽ നിന്നും ഒരു മുരൾച്ച ഉയർന്നു. മറ്റൊരു ശത്രുവിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞതും വില്ലിയെ ഉപേക്ഷിച്ചുകൊണ്ടത് ഒരു അലർച്ചയുടെ അകമ്പടിയുടെ കോളിന് നേരെ കുതിച്ചു. കോളിൻ ആ സമയത്തും കാലിൽ നിന്നും ബക്കറ്റ് നീക്കം ചെയ്യുവാനായിട്ട് പാടുപെടുകയായിരുന്നു. പെട്ടെന്ന് അവൻ വലത് കൈ യാന്ത്രികമായിട്ട് ഉയർത്തി മുഖം മറച്ചു. ചാടി വീണ നരഭോജിയുടെ തുറന്ന വായിലേക്കാണ് ആ കൈ കയറിപ്പോയത്. ശക്തമായ കടിയേറ്റത് അവൻ അറിഞ്ഞു. തീ കൊണ്ട് കുത്തിയതുപോലൊരു വേദന കയ്യിലാകെ വ്യാപിച്ചു. കോളിന്റെ അസ്ഥികൾ ഞെരിഞ്ഞു തകർന്നു. അതേ സമയത്ത് അർത്ഥബോധത്തിൽ ഡി ബിയർ നരഭോജി തന്നിൽ നിന്നും വിട്ടുപോയെന്ന് മനസ്സിലാക്കി. അതോടൊപ്പം തൊട്ടടുത്തു നിന്നും മരുമകന്റെ വേദനയോടുള്ള നിലവിളിയും കേട്ടു. എങ്ങനെയോ അയാൾ ഉരുണ്ടുപിരണ്ട് എഴുന്നേൽക്കുവാനായിട്ട് ശ്രമിച്ചു. തന്റെ മരുമകനെ നരഭോജി ആക്രമിക്കുകയാണെന്ന് ഡി ബിയർ തിരിച്ചറിഞ്ഞു. അയാളുടെ തകർന്ന കൈകൾ ആ നിമിഷത്തിലും യാന്ത്രികമായിട്ട് എന്തെങ്കിലും ഒരു ആയുധമുണ്ടോ എന്നറിയുവാനായിട്ട് ചുറ്റും പരതി. അവസാനം തകർന്ന വിരലുകൾ എന്തോ ഒന്ന് സ്പർശിച്ചു. അതൊരു റൈഫിൾ ബാരലാണെന്ന് ഡി ബിയർ മനസ്സിലാക്കി. കോളിന്റെ കയ്യിൽ നിന്നും തെറിച്ചു പോയ .243 ഡി ബിയറിന്റെ കയ്യിൽ തടഞ്ഞത്. തകർന്ന അസ്ഥിയുടെ വേദനയെ അവഗണിച്ചുകൊണ്ട് അത് അയാൾ എടുക്കുവാനായിട്ട് ശ്രമിച്ചു. അവസാനം അത് കയ്യിൽ ഉടക്കി. തോക്ക് വലിച്ചെടുത്ത് സേഫ്റ്റി ക്യാച്ച് റിലീസ് ചെയ്തു. സിംഹത്തിന്റെ മുറുമൽ കേട്ട് എവിടെയാണ് വെടിവെക്കേണ്ടതെന്ന് നിർണയിച്ചു. നരഭോജി ആ സമയത്തും കോളിന് മുകളിൽ നിൽക്കുകയായിരുന്നു. ഡി ബിയർ ആദ്യത്തെ വെടിയുതിർത്തു. തുടർന്ന് തകർന്ന കൈകൾ കൊണ്ട് കഴിയുന്നത്ര വേഗത്തിൽ റൈഫിളിന്റെ ബോൾട്ട് പ്രവർത്തിപ്പിച്ചു. 2 തവണ കൂടി വെടിവെച്ചു. പിന്നെ പൂർണ്ണമായിട്ടുള്ള നിശബ്ദത ക്യാമ്പിൽ നിറഞ്ഞു. കോളിൻ, നിനക്ക് കുഴപ്പമുണ്ടോ? ഡി ബിയർ ചോദിച്ചു.
എനിക്ക് കുഴപ്പമില്ല ഡാഡി, പക്ഷെ നിങ്ങളുടെ ഒരു വെടി എൻ്റെ കയ്യിലാണ് കൊണ്ടത്. കടുത്ത വേദനയിൽ അവൻ ഉത്തരം നൽകി. പെട്ടെന്ന് കോളിൻ വീണ്ടും നിലവിളിച്ചു. അന്ത്യശ്വാസം വലിക്കുന്ന നരഭോജി മരണവേദനയോടെ അവന്റെ ശരീരത്തിൽ നിന്നും താഴേക്ക് ഊർന്നു നിരങ്ങി നീങ്ങുമ്പോൾ അവസാനത്തെ റിഫ്ലക്സിൽ കോളിന്റെ മുട്ടുചിരട്ടയെ കടിക്കുവാനായിട്ട് ഒരു ശ്രമം നടത്തിയതായിരുന്നു അതിന് കാരണം. പിന്നെ അവൾ നിശ്ചലയായി. ഒരു വിധത്തിൽ കോളിനും ഡി ബിയറും വേച്ച് വീട്ടിലെത്തി. മിസ്സിസ് ഡി ബിയർ മനസാന്നിധ്യം കൈവിടാതെ അവരെ താങ്ങിയെടുത്ത് കാറിൽ കയറ്റി. എന്നിട്ട് കഴിയുന്നത്ര വേഗതയിൽ ഡ്രൈവ് ചെയ്ത് വാങ്കിയിലെ മെയിൻ ക്യാമ്പിലെത്തി. അവിടെ അവർക്ക് പ്രാഥമികമായിട്ടുള്ള ചികിത്സ കിട്ടി. അടുത്ത ദിവസം രാവിലെ 5 മണിയോടെ റോഡേഷ്യൻ ആർമി ഹെലികോപ്റ്റർ വരികയും അവരെ മികച്ച ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. പട്ടാളക്കാർ അവർ തങ്ങിയ ക്യാമ്പിലെത്തിയപ്പോൾ കണ്ടത് ഞെട്ടിക്കുന്ന കാഴ്ചകളായിരുന്നു. കൊല്ലപ്പെട്ട ലെൻ ഹാർവിയെ സിംഹങ്ങൾ പകുതിയോളം ആഹരിച്ചിരുന്നു. അടുത്ത ദിവസം തന്നെ അയാളെ അടക്കം ചെയ്തു. നരഭോജിയിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിൽ അതിന്റെ വയറ്റിൽ നിന്നും ഒരു ചെറിയ പാമ്പും കോഴിയുടെ തൂവലുകളും കൂടാതെ ലെൻ ഹാർവിയുടെ മുഖത്തിന്റെ മിക്ക ഭാഗങ്ങളും കിട്ടി. ഡി ബിയർ വെച്ച ആദ്യത്തെ ഷോട്ട് ശ്വാസകോശത്തിലൂടെയാണ് കയറിപ്പോയത്. രണ്ടാമത്തെ വെടിയുണ്ട അതിന്റെ തോളിനെ തകർത്തു. മൂന്നാമത്തെ ബുള്ളറ്റ് സെക്കൻഡിൽ 3000 അടി വേഗതയിൽ സഞ്ചരിച്ച് നരഭോജിയുടെ വലത് കവിള് തകർത്തു. ആ സമയത്ത് അതിന്റെ വായിലുണ്ടായിരുന്ന കോളിന്റെ കൈയിലൂടെ മറുപുറഞ്ഞൊത്താണ് വെടിയുണ്ട കടന്നുപോയത്. അതോടെ അതിന്റെ താടിയെല്ലാം പൂർണ്ണമായിട്ടും തകർന്നു. അതുകൊണ്ട് മാത്രമാണ് രണ്ടാമത് അവൾ കോളിന്റെ മുട്ടുചിരട്ടയെ കടിച്ചപ്പോൾ കാര്യമായിട്ടുള്ള പരിക്ക് പറ്റാതിരുന്നത്. അതിശയമെന്ന് പറയാം. ഇത്രയേറെ പരിക്ക് പറ്റിയിട്ടും വിദഗ്ധ ചികിത്സ കിട്ടിയത് മൂലം വില്ലി ഡി ബിയർ രക്ഷപ്പെട്ടു. അയാളുടെ ശിരോചർമ്മം യഥാസ്ഥാനത്ത് വയ്ക്കുവാനായിട്ട് 222 തുന്നലുകൾ വേണ്ടി വന്നു. തലയിൽ മാത്രമല്ല, കയ്യിലും ധാരാളം മാംസം നഷ്ടമായിരുന്നു. ക്രമേണ തകർന്ന അസ്ഥികൾ കത്തിക്കൂടി. എന്നാൽ 2 മാസത്തിന് ശേഷം വില്ലിയുടെ തല സാധാരണ വലിപ്പത്തിന്റെ ഇരട്ടിയോളം നീര് വെച്ച് വീർത്തു വന്നു. അയാൾക്ക് തലകറക്കവും സ്ഥിരമായിട്ട് ചെവിയിൽ മുഴക്കവും ഉണ്ടായി. കോളിൻ മാത്യൂസിന്റെ കയ്യിൽ ധാരാളം ഓപ്പറേഷനുകൾ നടത്തി. എങ്കിലും ഇനി ആ കൈകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. അവന്റെ പരിക്കേറ്റ കാൽമുട്ടുകൾ ഒരുപക്ഷെ സുഖപ്പെടുമായിരിക്കും. മധുവിധു നാളുകളിൽ തന്നെ വിധവയായിട്ട് മാറിയ ജീൻ ഹാർവിയുടെ മുറിവുകളും സുഖപ്പെട്ടു. 2 മാസത്തിന്റെ ഉള്ളിൽ ആശുപത്രിയിൽ നിന്നും അവളും ഡിസ്ചാർജ് ആയി. ആ രാത്രിയിൽ ലെൻ ഹാർവിയെ കൊന്ന സിംഹത്തിനൊപ്പമുണ്ടെന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട മറ്റ് 2 സിംഹങ്ങൾക്ക് എന്ത് സംഭവിച്ചുവെന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. എന്നാൽ അവയെക്കുറിച്ച് പിന്നീട് ഇതുവരെയും ഒന്നും കേട്ടിട്ടില്ല. ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ ചില സിംഹങ്ങൾ മാത്രമാണ് പരിക്ക് മൂലമോ പ്രായാധിക്യം മൂലമോ നരഭോജനത്തിലേക്ക് തിരിയാറുള്ളൂ. യഥാർത്ഥത്തിൽ പ്രകൃതിയുടെ മാറ്റം പോലും സിംഹങ്ങളെ നരഭോജികളാക്കും. ഉദാഹരണത്തിന്, സ്വാഭാവികമായിട്ടുള്ള ഇരകൾ ഒരു പ്രദേശത്ത് കുറയുമ്പോൾ അവയുടെ ശ്രദ്ധ മനുഷ്യരിലേക്ക് തിരിയും. മഴക്കാലത്തിന് ശേഷം ക്രമാതീതമായിട്ട് ഇടതൂർന്ന ഉയരത്തിൽ പുല്ലുകൾ വളരുന്നത് ആഫ്രിക്കയിൽ സാധാരണമാണ്. ഇതുമൂലം അവർക്ക് കാര്യക്ഷമമായിട്ട് ഇരകളെ കണ്ടെത്തുവാനോ വേട്ടയാടുവാനോ കഴിയില്ല. ഈ പുല്ലുകൾ വേട്ടയ്ക്ക് വലിയ തടസ്സമാണ്. അത്തരം അവസരങ്ങളിലും ചില സിംഹങ്ങൾ മനുഷ്യരെ ആക്രമിച്ച സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരിക്കൽ മനുഷ്യ മാംസത്തിന്റെ രുചി പഠിച്ചാൽ ആ സിംഹം മറ്റ് ഇരകളിൽ തൃപ്തനാവില്ല. ഒരു സാധാരണ സിംഹം ഇരയെ കീഴ്പ്പെടുത്തുക സംഘമായിട്ട് വളഞ്ഞാണ്. ഓരോ മൃഗത്തെയും കീഴ്പ്പെടുത്തുവാനായിട്ട് വ്യത്യസ്തമായിട്ടുള്ള രീതികൾ ഇവർക്കുണ്ട്. അതുപോലെ ഒരു സിംഹം നരഭോജിയായിട്ട് മാറിയാൽ മനുഷ്യരെ കീഴ്പ്പെടുത്തുവാനായിട്ട് ഒരു പ്രത്യേക പ്രവർത്തന ശൈലി അഥവാ മോഡസ് ഓപ്പറാൻഡി ഇവർ വികസിപ്പിക്കും. ഇഷ്ടമൃഗമായിട്ടുള്ള സീബ്രയെയോ അതുപോലെയുള്ള മറ്റു മൃഗത്തെയോ വേട്ടയാടുമ്പോൾ ഈ ജീവികൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഒരു സിംഹം ഒരു ഇരയെ തിരഞ്ഞെടുത്താൽ അതിനെ മാത്രമായിരിക്കും പിടികൂടുക. അതിനെ കീഴടക്കും മുൻപായിട്ട് പിടികൂടുവാനായിട്ട് എളുപ്പമുള്ള എത്ര മൃഗങ്ങൾ മുൻപിൽ വന്നാലും അവൻ അവരെ അവഗണിക്കും. താൻ കുറിവെച്ച ഇരയെ മാത്രമായിരിക്കും അത് പിടികൂടൂ. നരഭോജി ആയാലും ഈ സ്വഭാവത്തിന് മാറ്റം വരില്ല. C.A.W. ഗഗ്ഗിസ്ബർഗ് എന്ന എഴുത്തുകാരൻ സിംബ ദി ലൈഫ് ഓഫ് എ ലയൺ എന്ന പുസ്തകത്തിൽ നരഭോജികളുടെ ഇത്തരം കൃത്യനിഷ്ഠകളെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. അതിലെ ഒരു സംഭവം ഇനി പറയാം. ഫോർട്ട് മങ്കോച്ചയ്ക്ക് സമീപമുള്ള പ്രധാന ഗ്രാമത്തിൽ നിന്നും 100 വാര അകലെയായിട്ട് ഒരു ഒറ്റപ്പെട്ട കുടിലുണ്ടായിരുന്നു. ഒരു സായാഹ്നത്തിൽ സന്ധ്യാസമയത്ത് ഒരു സ്ത്രീ പോഷോ എന്ന ഭക്ഷണം മിക്സ് ചെയ്യുകയായിരുന്നു. ആ സമയത്ത് അവളുടെ ഭർത്താവ് സമീപത്തിരുന്ന് ഒരു ചെറിയ ഡ്രം അടിച്ച് രസിക്കുകയായിരുന്നു. പെട്ടെന്ന് ഒരു വലിയ ആൺസിംഹം സമീപത്തുള്ള പൊന്തക്കാടിന്റെ മറവിൽ നിന്നും അവന്റെ മേൽ കുതിച്ചു ചാടി. എന്നിട്ട് അയാളുടെ നെഞ്ചിൽ കടിച്ചു. ഒരു സിംഹം തന്നെ പിടിച്ചേ എന്ന് അയാൾ നിലവിളിച്ചു. ഈ നിലവിളി കേട്ട അയാളുടെ ഭാര്യ പേടിച്ചോടാതെ അടുപ്പിൽ നിന്നും കത്തുന്ന ഒരു തീക്കമ്പെടുത്ത് സിംഹത്തിന്റെ മുഖത്ത് ആഞ്ഞടിച്ചു. അവളുടെ ഭാഗ്യം കൊണ്ടായിരിക്കണം സിംഹം അയാളെ വിട്ട് തലയും കുടഞ്ഞ് അല്പം അകലേക്ക് മാറി. ഈ സമയം കൊണ്ടവൾ ഭർത്താവിനെ കുടിലിലേക്ക് വലിച്ചു കയറ്റി വാതിലടച്ചു. പക്ഷേ അവളുടെ പ്രയത്നം വെറുതെയായി. കുടിലിന്റെ ഉള്ളിലേക്ക് കയറിയ ഉടനെ അയാൾ മരണപ്പെട്ടു. അവൾ ഭർത്താവിനെ ഓർത്ത് വിലപിക്കുമ്പോൾ അകന്നു മാറിയ സിംഹം വീണ്ടും വന്നു. അത് കുടിലിന്റെ പുറത്ത് മാന്തുന്നത് അവൾ കേട്ടു. സിംഹം ഉള്ളിലേക്ക് കടക്കുവാനായിട്ട് ശ്രമിക്കുകയാണ്. അവസാനം അവളുടെ ആത്മധൈര്യം തകർന്നു. സ്വന്തം ജീവൻ രക്ഷിക്കുവാനായിട്ട് കത്തുന്ന മറ്റൊരു തീക്കൊള്ളിയും എടുത്ത് രണ്ടും കൽപ്പിച്ചവൾ വാതിൽ തുറന്നു. എന്നിട്ട് നരഭോജിയുടെ തൊട്ടു മുൻപിലൂടെ അടുത്തുള്ള ഗ്രാമത്തിലേക്ക് ഓടി. ഇതിലെ വിചിത്രമായിട്ടുള്ള കാര്യം, ആ മൃഗം അവളെ ആക്രമിക്കുവാനായിട്ട് ശ്രമിക്കാതെ നേരെ ആ കുടിലിലേക്ക് നടക്കുകയാണ് ചെയ്തത്. പിന്നെ അത് കൊല്ലപ്പെട്ട പുരുഷന്റെ ശരീരം വലിച്ചഴിച്ചുകൊണ്ട് ഭക്ഷിക്കുവാനായിട്ട് ദൂരേക്ക് കൊണ്ടുപോയി. ഒരു നരഭോജി കുടിലിൽ നിന്നോ
അല്ലെങ്കിൽ ക്യാമ്പ് ഫയറിന് ചുറ്റുമായിട്ട് ഉറങ്ങുന്ന ഒരു കൂട്ടം ആളുകൾക്കിടയിൽ നിന്നോ ഒരു മനുഷ്യനെ പിടികൂടുക സാധാരണഗതിയിൽ തലയിൽ കടിച്ചു വലിച്ചാണ്. ഇതുമൂലം ഇര തൽക്ഷണം മരണപ്പെടും. തോളിലോ കാലിലോ കടിയേറ്റ മനുഷ്യർ രക്ഷപ്പെട്ട സംഭവങ്ങളും വളരെ അപൂർവമായിട്ടുണ്ടായിട്ടുണ്ട്. പിന്നീട് അവർ പറഞ്ഞറിയിക്കുവാൻ കഴിയാത്ത ഭയവും പരിക്കിന്റെ വേദനയും സഹിച്ച് ജീവിക്കേണ്ടി വരും. ഈ നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ നടന്ന ദാരുണമായിട്ടുള്ള മറ്റൊരു സംഭവം ജർമ്മൻ വേട്ടക്കാരനായ ഹാൻസ് ബെസ്സൽ പറഞ്ഞിട്ടുണ്ട്. ടാങ്കനിക്കയിൽ വെച്ചൊരു മിഷണറിയെ സിംഹം പിടിച്ചു. അയാളെ ജീവനോടെയാണ് അത് ആഹരിച്ചത്. അയാൾ മരിക്കുവാൻ തന്നെ 15 മിനിറ്റോളം സമയമെടുത്തു. സമീപത്തായിട്ട് മറ്റാളുകൾ ഉണ്ടായിരുന്നുവെങ്കിലും അദ്ദേഹത്തെ സഹായിക്കുവാനായിട്ട് ആർക്കും ധൈര്യമുണ്ടായിരുന്നില്ല. 1970-കളിൽ ബോട്സ്വാനയിലെ എൻഗമിലാൻഡിൽ ചെലവഴിച്ച രാത്രികൾ ഓർക്കുമ്പോൾ എനിക്ക് മറ്റൊരു കാര്യം ഓർമ്മ വരും. അക്കാലത്ത് പ്രൊഫഷണൽ വേട്ടക്കാരായ ഡാരിൽ ഡാൻഡ്രഡ്ജിൻ, കെർ ഡൗണി, സെൽബി സഫാരിസ് എന്നിവർക്കൊപ്പം ഞാനൊരു കൂടാരത്തിൽ താമസിക്കുകയായിരുന്നു. ഒഗാവാങ്കോ ചതുപ്പിനോട് ചേർന്നായിരുന്നു ഞങ്ങൾ അന്ന് ക്യാമ്പ് സ്ഥാപിച്ചത്. ഉഷ്ണകാല രാത്രിയായിരുന്നു അത്. അതുകൊണ്ട് കൂടാരം ഞങ്ങൾ പൂർണ്ണമായിട്ടും അടച്ചില്ല. ആ രാത്രി മുഴുവനും ദൂരെ വനത്തിന്റെ ഉള്ളിൽ നിന്നും സിംഹങ്ങൾ ഗർജിക്കുന്നത് കേൾക്കാമായിരുന്നു. പക്ഷേ ഞങ്ങൾ എല്ലാവരും സുഖകരമായിട്ട് ഉറങ്ങി. പിറ്റേ ദിവസം ആദ്യ വെളിച്ചം വീണപ്പോൾ ഞാൻ ഷേവ് ചെയ്യുകയായിരുന്നു. അപ്പോൾ ക്യാമ്പിലെ കട്ടിലിൽ ഇരുന്നു കൊണ്ട് ഡാരിൽ പൊടി പിടിച്ച നിലത്തേക്ക് ഉറ്റുനോക്കി. എന്നിട്ട് ശാപവാക്കുകൾ പറയുന്നത് ഞാൻ കേട്ടു. എന്റെ കിടക്കയുടെ അറ്റത്തായിട്ട്, അതും എന്റെ തല കിടക്കുന്ന ഭാഗത്തു നിന്നും കേവലം 2 അടി അകലെയായിട്ട് ഒരു സിംഹത്തിന്റെ ഏറ്റവും പുതിയ കാലടയാളങ്ങൾ പതിഞ്ഞു കിടക്കുന്നു. ഞാൻ സുഖമായിട്ട് ഉറങ്ങുമ്പോൾ എന്റെ മണവും പിടിച്ച് തലയോട് ചേർന്ന് വരെ അത് വന്നിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ വേട്ടക്കാരെ പരിഹസിക്കുവാൻ എന്ന പോലെ അവൻ ഞങ്ങളുടെ കിടക്കകൾക്കിടയിലൂടെയും കൂടാരത്തിന്റെ പുറത്തുമായിട്ട് ഉല്ലാസത്തോടെ സഞ്ചരിച്ച അടയാളങ്ങളും കാണാമായിരുന്നു. പീറ്റർ ഹാത്വേ കാപ്സ്റ്റിക്കിന്റെ ജീവിതത്തിലുണ്ടായ കുറച്ച് അനുഭവങ്ങളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ അറിഞ്ഞത്. നരഭോജി സിംഹങ്ങളെക്കുറിച്ചും അവയുടെ രീതികളെക്കുറിച്ചും ഏതാനും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു കഥയിൽ വെച്ച് വീണ്ടും കാണാം.